ഈ രണ്ടാമൂഴത്തെ പറ്റി ശ്രീകുമാരേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് മരിക്കുന്നതിന് എന്താണ് സാധിക്കാതെ പോയെന്ന് ചോദിച്ചാൽ രണ്ടാമൂഴം സിനിമയാവാതെ പോയി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഇത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. കാരണം അത് അറിഞ്ഞ അപ്പം അറ്റാക്ക് വരും. അത്രയും ഹാപ്പി ആയിരുന്നു പുള്ളി. നമ്മുടെ മാധ്യമ ലോകത്തിന്റെ ഒരുപാട് ഊഹാപോഹങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്നു, മോഹൻലാൽ ഭീമനാവുന്നു എന്നൊക്കെ പറയുന്നത്. അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം പോരാ. ഒരു വാക്ക് അധികം ഉണ്ടാവില്ല, അതിനോടൊന്നും ചേർക്കാനും പറ്റില്ല. ചെന്നുപെട്ട സംരംഭങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിയ ഒരു MT യുടെ കാര്യങ്ങൾ അതിനകത്ത്. MT എന്ന സംരംഭകനെ പറ്റി നമുക്കൊന്നും വലിയ കഥയിൽ അറിയില്ല. നമുക്കൊന്ന് ഒരുമിച്ച് കുറച്ച് ദിവസം ഇരിക്കണം എന്നാണ്. അപ്പം എനിക്ക് ലോട്ടറി അടിച്ചതുപോലെയാണ് അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസം ഇരിക്കാനുള്ള അവസരം കിട്ടുക. സിതാര നമുക്കറിയാത്ത ഒരാളാണ്. സിതാര എങ്ങനെയെങ്കിലും ഈ പുസ്തകത്തിൽ സിതാരയുടെയും പ്രമീളയുടെയും സ്പേസ് വേണം. സിതാരയുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രതികരണം എനിക്ക് കിട്ടണം. തിരക്കഥയിൽ നിന്ന് എലിവേറ്റ് ആവുമ്പോഴാണ് സിനിമ നല്ല സിനിമയാവുന്നത്. അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇനി ഓസ്കാർ ഒന്നും ആവശ്യമില്ല. ഒരു 3 ഓസ്കാർ ഞാൻ അപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇപ്പോൾ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ കെ ശ്രീകുമാർ MTയുമായി 13 വർഷത്തോളം ഒന്നിച്ച് പ്രവർത്തിച്ച് ഒപ്പം നിന്ന് ഒപ്പം യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ മലയാളികൾക്ക് മുന്നിൽ ഒരു ആധികാരിക ഗ്രന്ഥമായി, ഒരു ആധികാരിക അനുഭവമായി അവതരിപ്പിച്ച ഡോക്ടർ കെ ശ്രീകുമാറിനൊപ്പം മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സിനിമ സംവിധായകൻ MTയുടെ നീലത്താമര, ഒരുപക്ഷെ നമ്മളൊക്കെ അറിയുന്ന ഒരു തലമുറയിൽ MTയുടെ ഒരു കഥ സിനിമയാക്കി നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു. MTക്കൊപ്പം ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ചു. അങ്ങനെ ഈ 2 പേരും MTയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തുന്നതിൽ അസ്വാഭാവികതയില്ല. പക്ഷേ എന്നെ പോലൊരു മാധ്യമ പ്രവർത്തക, താരതമ്യേന യുവതലമുറയിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് എന്താണ് MTയെക്കുറിച്ച് പറയാനുള്ളത് എന്നൊരു സ്വാഭാവികമായ കൗതുകം നിങ്ങൾക്കുണ്ടാവുന്നത് പോലെ എന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു എന്നൊരു കൗതുകം എനിക്കും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ അതിന് കുറച്ച് ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഞാൻ MTയുടെ നാട്ടിൽ ജനിച്ചു വളർന്നു എന്നതാണ്. MTയുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലേക്ക് എത്തും. MT നമുക്ക് മുന്നിൽ തുറന്നു വെച്ച ആ ഭൂമികയിൽ തന്നെയാണ് ഞാനും ജനിച്ചു വളർന്നിട്ടുള്ളത്. MT എഴുതിയ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ജീവിച്ചിട്ടുള്ളതാണ്. അതാണ് ഒരു വ്യക്തി എന്ന നിലയിലുള്ള ബന്ധമെങ്കിൽ MTയുടെ ഏറ്റവും വലിയ പൈതൃകം നിലനിൽക്കുന്ന മാതൃഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കുറേ വർഷം ജോലി ചെയ്തു എന്നതാണ് മറ്റൊന്ന്. വേറെ ഒന്നുകൂടിയുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യ വിഷനിലാണ്. MT അവസാനമായി ഒരു എഡിറ്റർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഇന്ത്യ വിഷൻ്റെ തലപ്പത്തായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഉപദേശകനായിട്ടുണ്ടായിരുന്നു. ആ കാലത്താണ് ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുന്നത്. അപ്പോൾ നമ്മളെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഇന്ന് ഓർമ്മയിലുള്ള ശ്രീ A സഹദേവൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹദേവൻ സാറ് എപ്പോഴും ഞങ്ങൾ ജോലി തുടങ്ങുന്ന കാലത്ത് ഞങ്ങളോട് വന്ന് പറയുമായിരുന്നു, ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് MT എന്നൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ മലയാളം ഉപയോഗിക്കരുത്. ഇതായിരുന്നു ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വാർണിംഗ്. ആ വാർണിംഗ് കിട്ടി മലയാളം പറഞ്ഞും പഠിച്ചും എഴുതിയും ഈ ജോലി തുടങ്ങിയ ഒരാൾ. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് MTയെക്കുറിച്ച് പറയാൻ. ഒരിക്കൽ മാത്രമാണ് അദ്ദേഹത്തെ അടുത്ത് കാണാൻ കഴിഞ്ഞത്, അത് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുമ്പോഴാണ്. അപ്പം അങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് ഇവരിൽ നിന്ന് ആ അനുഭവങ്ങൾ നിങ്ങൾക്കൊപ്പം കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് അതിവിനയമല്ല, എൻ്റെ ഏറ്റവും താഴ്മയോടെയുള്ള അപേക്ഷയാണ്. അതിലപ്പുറം MTയെക്കുറിച്ച് പറയാനുള്ള യോഗ്യതയൊന്നും ഈ കൂട്ടത്തിലുള്ള പലരുടെയും അത്രയില്ലെന്നല്ല, ഒട്ടുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരിൽ നിന്ന് നിങ്ങളെപ്പോലെ ആ അനുഭവങ്ങൾ കേട്ടറിയാനിരിക്കുന്ന ഒരു കേൾവിക്കാരിയായി മാത്രം കണ്ടാൽ മതി. ഡോക്ടർ കെ ശ്രീകുമാർ ഒരു ജീവചരിത്രം എഴുതുക എന്ന് പറയുന്നത് താരതമ്യേന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അതൊരു സ്വാഭാവികമായി ഒരാളുടെ അനുഭവങ്ങൾ കേൾക്കുക, നല്ല ഭാഷയിൽ പകർത്തി എഴുതുക, അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ MTയെ പോലെ ഒരാളുടെ കാര്യമാകുമ്പോൾ MT ആത്മകഥ എഴുതില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ MTയുടെ ആത്മകഥ എന്താവുമെന്ന് ഏതാണ്ട് മലയാളികൾക്കൊക്കെ അറിയാം. കാരണം പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യക്തികളെ നമുക്കറിയാം. MT പറയാൻ ആഗ്രഹിച്ചതൊക്കെ MT തന്നെ പറഞ്ഞിട്ടുണ്ട്. MT പറയാത്തതാണ് നമ്മൾ അറിയാത്തതും. അപ്പോൾ അതിനപ്പുറത്തേക്ക് MTയുടെ 1008 പേജുള്ള ഒരു ജീവചരിത്രം എഴുതുക എന്ന് പറയുന്നത് ആദ്യ കേൾവിയിൽ ഒരുപക്ഷെ ഒരു ഞെട്ടലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങ് തന്നെ പലയിടത്തും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ
എം ടിയുടെ ജീവചരിത്രം എഴുതുമ്പോൾ ആ ബുക്ക് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അതിൽ എം ടിയുടെ മുത്തശ്ശൻ തൊട്ടിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതെങ്ങനെ സാധിച്ചു എന്നതാണ്. കാരണം എം ടിയെ നമുക്കൊക്കെ അറിയാവുന്നത് പരുക്കനായ, കാർക്കശ്യക്കാരനായ, അധികം സംസാരിക്കാത്ത ഒരാളായിട്ടാണ്. ശ്രീകുമാരേട്ടൻ അറിയുന്ന എം ടി എന്തൊക്കെയായിരുന്നു, ആരൊക്കെയായിരുന്നു? അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിയുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ വീണ്ടും എം ടിയെ ഓർക്കാനായിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാനറിയുന്ന എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് അലിവും കനിവും സ്നേഹവും ഒക്കെ ഒരുപാട് എനിക്ക് പകർന്നു തന്ന, ജീവചരിത്രം എഴുതുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയിലും പിന്നീട് തിരൂർ തുഞ്ചൻപറമ്പിലും ഒക്കെ ആയിട്ട് 12-13 കൊല്ലത്തോളം അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് എല്ലാ ദിവസവും എന്ന പോലെ സംസാരിക്കാനൊക്കെ ഒരവസരം കിട്ടിയ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ ഒരു ജീവചരിത്ര രചന എന്നുള്ളത് മനസ്സിൻ്റെ വിദൂരമായൊരു കോണിൽ പോലും ഉണ്ടായിട്ടുള്ള ഒന്നല്ല. ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഡോക്ടർ M ബഷീർ എന്നോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, വാസുവേട്ടൻ്റെ ഒരു ജീവചരിത്രം എഴുതണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ കേൾവി ഒരു വല്ലാത്ത ആഘാതമാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. കാരണം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് അസാധ്യമായ ഒന്നാണെന്ന് ഞാൻ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച ഒന്നുകൂടിയാണത്. അപ്പോൾ ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും ബഷീർ മാഷ് ഇങ്ങനെ എൻ്റെ ഒരു ആവർത്തിച്ച് നീ അത് ചെയ്തേ പറ്റൂ, കാരണം ഒരു ജീവചരിത്ര രചന ഇങ്ങനെ പകുതി വഴിയിൽ നിൽക്കുകയാണ്, അതിൻ്റെ ഒരു സ്വാസ്ഥ്യം വാസുവേട്ടനുണ്ട്. രസം എന്താ വെച്ചാൽ 20 മിനിറ്റ് നീളുന്ന ഈ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ എം ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ മാംഗ്ലൂർ ഗണേഷ് പീടിയും പുകച്ചോട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഒരു അക്ഷരം പറയുന്നില്ല. അപ്പോൾ എനിക്കിത് എം ടിയുടെ ഒരു താല്പര്യമാണോ ബഷീർ മാഷ താല്പര്യമാണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. ഒരു 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ സാറിങ്ങനെ എന്നെ ഒന്ന് നോക്കി, വേറെ ഒന്നും പറയുന്നില്ല. സാറിന് എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. സാറിൻ്റെ ഒരു മിതഭാഷിത്വം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അമിതമായ മിതഭാഷി എന്നാണ് സുകുമാർ അഴീക്കോട് എം ടിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല. എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക, തുഞ്ചൻപറമ്പിനെ കുറിച്ചാണെങ്കിലും അതിനു മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് സംസാരിക്കാൻ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരാളോട് സംസാരിക്കണമെങ്കിൽ ആ ആളുമായിട്ട് അദ്ദേഹത്തിനൊരു ഹൃദയ ഐക്യം ഉണ്ടാവണം. പിന്നെ പറയാൻ എന്തെങ്കിലും കാതലായൊരു വിഷയം ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കില്ല. 1 മണിക്കൂറൊക്കെ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കാതെ എഴുന്നേറ്റ് പോയ സന്ദർഭമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, സാറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം, ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് പോരുകയും പിന്നീട് ഞാൻ ഈ നോട്ട് ബുക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. വളരെ ചെറിയ ശബ്ദമാണ്, നിർത്തിയൊക്കെയാണ് പറയുക. അത് റെക്കോർഡ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനൊരു നോട്ട് ബുക്കുമായിട്ട് അവിടെ പോയിരിക്കുന്നു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു, കാട് കയറി പോകുന്നു, ഇതിലേക്കൊന്നും വരുന്നില്ല, ജീവിതത്തിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് താല്പര്യമൊന്നുമില്ല, ബഷീർ മാഷ് അന്നങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, സാറിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു മനസ്സുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് പോയൊരു സമയത്ത് 2-3 ദിവസം അവിടെ ചെല്ലാതിരുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് സാറിൻ്റെ ഒരു അളിയനുണ്ട്, അദ്ദേഹം ചോദിച്ചു, ശ്രീകുമാരൻ എന്താ വരാത്തത്? എന്നെ ശ്രീകുമാരൻ എന്നാണ് വിളിക്കുക കേട്ടോ. ശ്രീകുമാർ എന്നാണ് എൻ്റെ പേരെങ്കിൽ എന്നെ ശ്രീകുമാരൻ എന്ന് വിളിച്ചത് എൻ്റെ മുത്തച്ഛനും എം ടിയും മാത്രമാണ്. ആ വിളിയിൽ പോലും ഒരു സ്നേഹം, ഒരു കാര്യത്തൊക്കെ ഉണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഞാൻ ദുരുപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ സ്നേഹം തുടർന്നു വരാൻ പറ്റിയതെന്നുള്ളൂ. അതും പ്രധാനമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ എളുപ്പത്തിൽ തെറ്റാൻ സാധിക്കുന്ന ഒരു ബന്ധമാണ് സാറിനുള്ളത്. ഒരുപാട് ആളുകളുമായിട്ടുള്ള വളരെ ദീർഘകാലത്തെ ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഇണങ്ങിച്ചേരുക എന്ന് പറയുന്നൊരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇല്ല. അപ്പം അങ്ങനെ വീണ്ടും കുറേ കാലം കഴിഞ്ഞിങ്ങനെ ഞാൻ പോയി അവിടെ കോഴിക്കോടത്തെ ഒരു ഫ്ലാറ്റിൽ പോയിരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം, ഒരുപക്ഷെ കൂടല്ലൂരത്തെ ഒരു ബാല്യകാലമായിരിക്കാം, അല്ലെങ്കിൽ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലമായിരിക്കാം, അല്ലെങ്കിൽ വിക്ടോറിയ കോളേജിലെയോ MB കോളേജിലെയോ കാലമായിരിക്കാം, കോഴിക്കോട് മാതൃഭൂമിയിൽ വന്നതിൻ്റെ കാലമായിരിക്കാം. ഒരിക്കലും ഒരു തുടർച്ചയായിട്ടല്ലാതെ ജീവിതാനുഭവങ്ങൾ ഓർത്തെടുത്ത് എന്നോട് പറയാൻ തുടങ്ങി. ചിലപ്പോൾ അത് 1 മണിക്കൂറുണ്ടാവും, 1.5 മണിക്കൂറുണ്ടാവും. 1.5 മണിക്കൂറിനപ്പുറത്തേക്ക് സംസാരിച്ചിട്ടില്ല, കാരണം അദ്ദേഹം വളരെ ക്ഷീണിതനായൊരു സമയം കൂടിയായിരുന്നു അത്. അങ്ങനെ അതെല്ലാം ഞാൻ ദിവസവും അന്ന് തന്നെ പോയി ഒരു നോട്ട് ബുക്കിലേക്ക് പകർത്തി വെക്കുകയും അങ്ങനെ അത് പിറ്റേന്ന് അതിൽ എന്തെങ്കിലും സംശയമുണ്ട് അദ്ദേഹത്തോട് ദൂരീകരിക്കുകയൊക്കെ ചെയ്ത് 1.5 വർഷക്കാലം അദ്ദേഹത്തോട് ഏതാണ്ട് എല്ലാ ദിവസവും സംസാരിച്ച് എൻ്റെ കയ്യിലുള്ള 3 കോളേജ് നോട്ട് ബുക്കുകൾ മുഴുവൻ MTയിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ഹാൻഡ് അനുഭവങ്ങൾ, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം വന്നത്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും. അങ്ങനെ ആത്മവിശ്വാസം വന്ന് ഞാനത് എഴുതാൻ തുടങ്ങുന്നു. എഴുതിയിട്ടൊരു 10-30% ആയ സമയത്ത് അദ്ദേഹം തീരെ സുഖമില്ലാതെ അഡ്മിറ്റ് ആവുന്നു. നമ്മൾ കണ്ടതാണ് മനോരഥങ്ങളുടെ ഒരു ലോഞ്ചിങ് സമയത്ത് അദ്ദേഹം മമ്മൂട്ടിയുടെ മേലേക്ക് ചായുന്നൊരു ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാനവിടെ ഉണ്ടായിരുന്നു. പിന്നീട് 5 പ്രാവശ്യം അദ്ദേഹം ആശുപത്രിയിലായി. 3-ാമത്തെ പ്രാവശ്യം ആശുപത്രിയിലായി തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത്
ഞാൻ ചെന്ന് കണ്ടപ്പോൾ തുഞ്ചൻപറമ്പിൻ്റെ ഒരു ആവശ്യത്തിന് പോയി കണ്ടതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തായി ശ്രീകുമാര നമ്മുടെ ജീവചരിത്രം എന്ന് ചോദിച്ച ഒരു സമയം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് 2 തവണ വീണ്ടും അഡ്മിറ്റായി അവസാനത്തെ ഒരു 10 ദിവസത്തെ ദുരിതമയമായ ആശുപത്രിവാസത്തിനൊടുവിൽ അദ്ദേഹം പോവുകയാണ് ചെയ്തത് നമ്മുടെ അടുത്ത് നിന്ന്. അപ്പോഴേക്കും ഞാൻ ഏതാണ്ട് അദ്ദേഹത്തിൽ നിന്ന് നേടാവുന്ന എല്ലാം തന്നെ നേടുകയും അതിൻ്റെ സംശയനിവൃത്തി വരുത്തുകയും ചെയ്ത ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അവസാനം ഞാൻ കാണാൻ പോയ സമയത്ത് ICUവിൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ICUവിൽ മാസ്കൊക്കെ വെച്ച് വല്ലാതെ വലിച്ചു കിടക്കും. നമ്മളൊരിക്കലും അങ്ങനെ നിസ്സഹായന ഒരു MTയെ കണ്ടിട്ടില്ല. 4ഓ 5ഓ തവണ മരണത്തിൻ്റെ അടുത്ത് വരെ ചെന്ന് മരിച്ചു എന്ന ഡോക്ടർ വിധി എഴുതിയതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന MT അവസാനം മരണത്തോട് ഒരു സന്ധി ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വാർത്ത അറിഞ്ഞ സമയത്ത് എനിക്ക് വല്ലാത്തൊരു, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിവള്ളി നഷ്ടപ്പെട്ട ഒരവസ്ഥ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണത്. അതായത് നമ്മൾ തിരക്കുള്ള ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ കമ്പി പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും. എന്ത് കാടൻ ഡ്രൈവിംഗ് ആണെങ്കിലും ഈ പിടുത്തത്തിൽ നമ്മൾ സേഫ് ആണെന്നുള്ള തോന്നൽ, പെട്ടെന്ന് ആ കമ്പി അങ്ങ് ഇല്ലാതെ പോകുന്നൊരവസ്ഥ. കാരണം അതുവരെ എനിക്ക് ബലമായിട്ട് സാർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് എഴുതാനുള്ളൊരു ഫ്രെയിമായി, അതിൻ്റെ ഒരു സ്ട്രക്ചറായി എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തോട് അത് വീണ്ടും പറയുകയും ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയാണ് ഞാനത് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം എനിക്ക് ശരിക്കും ഒരു ബ്ലാങ്ക് ചെക്ക് തരുന്നൊരു ഫീലായിരുന്നു. ശ്രീകുമാരൻ അറിയാമല്ലോ, നമ്മൾ സംസാരിച്ചതാണല്ലോ, ധൈര്യമായിട്ട് എഴുതിക്കോളൂ എന്ന് പറയുന്ന ഒരു വലിയ പിന്തുണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ മരണം പെട്ടെന്നൊരു പ്രശ്നമായി. 2-3 ആഴ്ചത്തേക്ക് എനിക്ക് ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഈ മരണമൊക്കെ പ്രതീക്ഷിച്ചതാണ് എങ്കിൽ കൂടിയും എഴുതുമ്പോൾ ഒരു ധൈര്യമായിട്ട് MT കൂടെയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എഴുത്ത് വല്ലാതെ നിന്നു. ഇത് എഴുതി തീർക്കാൻ പറ്റില്ല എന്നുള്ള വല്ലാത്ത ഒരു അവസ്ഥ വന്നിരുന്നു. എൻ്റെ പ്രമേഹ ഒക്കെ വല്ലാണ്ട് പെട്ടെന്ന് കുതിച്ചു കയറുന്നു. ഇത് എഴുതാൻ പറ്റാത്ത എൻ്റെ ഒരു വല്ലാത്തൊരു പ്രയാസം വരുന്നു. മാതൃഭൂമിയാണെങ്കിൽ ഈ പുസ്തകം അനൗൺസ് ചെയ്തു, അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഡേറ്റുമായി അടുത്ത പിറന്നാളിന് പ്രകാശനം ചെയ്യാൻ. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ സാറിൻ്റെ സാന്നിധ്യത്തിൽ, സാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി അദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യുന്നു എന്നൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷത്തോടെ കണക്ക് കൂട്ടിയിരുന്ന സമയത്താണ് അദ്ദേഹം പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നൊരു സമയം. പിന്നെ എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു MT എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. പുസ്തകം എഴുതി കഴിഞ്ഞ് അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് MT ഉണ്ട്. അങ്ങനെ ഒരു എവിടുന്നോ ആർജിച്ചെടുത്ത ഒരു ധൈര്യത്തിൽ ആ പുസ്തകം എഴുതുകയും അതിൽ MT പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, MT ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. MT തന്നെ പറഞ്ഞു, ഞാൻ ആത്മകഥ എഴുതുന്നില്ല, എൻ്റെ കഥകളിലെ രചനകളിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച എൻ്റെ ആത്മകഥയായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു ആത്മകഥ എഴുതുമായിരുന്നെങ്കിൽ അതിൽ വരാത്ത ഒരു 30% കാര്യങ്ങളെങ്കിലും ഞാൻ എഴുതിയ പുസ്തകത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആ പുസ്തകം അങ്ങനെ എഴുതി തീർക്കുന്നു. എഴുതി തീർത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് മോഹൻദേട്ടൻ അത് പ്രകാശനം ചെയ്യുന്നു. അത് അതിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ കോട്ടേജിൽ ഞാൻ തുഞ്ചൻപറമ്പിലെ കോട്ടേജിൽ ഇരുന്നിട്ട് ഞാൻ പിറ്റേന്ന് പറയേണ്ട മറുപടി പ്രസംഗം എഴുതിയൊക്കെ തയ്യാറാക്കി വെച്ച് കിടന്നുറങ്ങിയപ്പോൾ രാത്രി ഞാൻ MT സാറിനെ സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടേജിൽ അദ്ദേഹത്തിൻ്റെ ആ ചുവരൽ കസേരയിൽ ഇരുന്നിട്ട് മടിയിൽ ഒരു കനമുള്ള പുസ്തകം, എൻ്റെ പുസ്തകം, ഈ പുസ്തകം എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, സ്വപ്നം എപ്പോഴും അങ്ങനെയാണല്ലോ, അത് മടിയിൽ വെച്ചിട്ട് എൻ്റെ നേരെ നോക്കി വല്ലപ്പോഴും ചിരിക്കാറുള്ള ആ ഒരു സ്നേഹമസൃണമായ ഒരു പുഞ്ചിരി വരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകം പൂർത്തിയാക്കി മലയാളിക്ക് സമർപ്പിക്കുന്നു. ഒരുപാട് ടെൻഷനായിരുന്നു, കാരണം എഴുതുന്നത് MTയെക്കുറിച്ചാണ്. ഇത് വിവാദമാവാം, പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ, ഇതുവരെ കേൾക്കാത്ത വിവരങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അദ്ദേഹം എന്നോടുള്ളൊരു വിശ്വാസ്യതയുടെ പേരിൽ പറഞ്ഞതാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും സന്തോഷം. എന്തായാലും അത് വലിയ വിവാദങ്ങൾക്കൊന്നും വഴിവെക്കാതെ മലയാളത്തിലെ MTയെ സ്നേഹിക്കുന്ന മലയാളികൾ അത് നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ 2 പതിപ്പുകളിലായിട്ട് 6000 കോപ്പികൾ, അത് 1008 പേജുള്ള 1750 രൂപ മുഖവിലയുള്ള ആ പുസ്തകം 6000-ഓളം കോപ്പികൾ മലയാളികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് സന്തോഷത്തിന് വകതരുന്ന ഒന്നാണ്. ശ്രീ ലാൽ ജോസ്, ഒരു ചലച്ചിത്ര പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം MT എന്ന് പറയുന്നത് ഒരു തൊടാൻ പേടിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തൊടണമെങ്കിൽ നമുക്ക് അസാമാന്യമായൊരു ധൈര്യം വേണം. എങ്ങനെയാണ് നീലത്താമര പോലൊരു സിനിമ ചെയ്യണമെന്ന് നമുക്ക് അറിയാം. MT ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ അവിടെയുണ്ട്, MT എന്ന സിനിമാ പ്രവർത്തകൻ അവിടെയുണ്ട്. നമുക്കൊരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് അതിനെ തൊടാൻ പോകുമ്പോൾ ആ ഒരു ധൈര്യം വേണമല്ലോ. ഏത് സമയത്തായിരുന്നു ചേട്ടൻ അങ്ങനെ അതൊരു സിനിമയായി വീണ്ടും വരണം എന്ന് തോന്നുന്നതും MTയുമായിട്ട് ആ വിഷയം സംസാരിക്കാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടായതും എങ്ങനെയായിരുന്നു? ഒരു
സിനിമ ഇപ്പം നമ്മൾ ഒരുപക്ഷെ ഇത് സംസാരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പം ശ്രീകുമാരേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് എം ടിയുടെ വലിയൊരു വിഷമം രണ്ടാമൂഴം സിനിമയായി കാണാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം എം ടിക്ക് പോകുന്നത് വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ ഋഷഭ് ഷെട്ടിയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഇതുപോലൊരു സിനിമ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊക്കെ തോന്നുന്ന ഒരാൾ ആ സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനമൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണല്ലോ എം ടി എന്ന ചലച്ചിത്രകാരനെ, എം ടി എന്ന തിരക്കഥാകൃത്തിനെ ആ നിലയ്ക്ക് ഒരു നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ തൊട്ടേ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലും പട്ടാമ്പിയും പെരിങ്ങോടൊക്കെ ഉള്ള ആളുകൾക്ക് എം ടി എഴുതുന്നു പറയുന്നതൊക്കെ എന്തോ നമ്മുടെ സ്വന്തം കാര്യങ്ങളാണെന്നൊരു ഫീല് നമ്മുടെ ഓർമ്മ തൊട്ടിട്ടേ ഉണ്ടാവും. അവിടെ നിന്ന് എം ടിക്ക് മുന്നിൽ ഇരുന്ന് ഈ കഥ പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോണത് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ആ കാലം അത്രയും എം ടിയെ നോക്കിക്കണ്ടത് എങ്ങനെയായിരുന്നു? എം ടിയുടെ കൂടെയുള്ള ആ സമയം എങ്ങനെയായിരുന്നു? ആദ്യമേ നീലത്താമര ഞാൻ തീരുമാനിച്ച സിനിമയല്ല, ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ച കഥയല്ല. ഞാൻ വേറൊരു കഥ ഒരു പ്രൊഡ്യൂസർ, സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുമായിട്ട് ഒരു പുതിയ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിട്ട് പറഞ്ഞത് കൊള്ളാം, പക്ഷെ ഒരു ഓഫറുണ്ട് നിനക്ക്, എം ടി സാറിന് പഴയ നീലത്താമര വീണ്ടും സിനിമയാക്കിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന കഥ ഇപ്പം തന്നെ കീറിക്കളഞ്ഞേക്ക്, ഞാൻ പറഞ്ഞ കഥ മായ്ച്ച് കളഞ്ഞിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതൊരു നമ്മുടെ വിദൂരമായ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതാണ് നേരെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഓക്കെ ആണോ? അപ്പോൾ പറഞ്ഞു, നിൻ്റെ പേര് പറഞ്ഞു, ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു എന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ കോഴിക്കോട് ചെല്ലുന്നത്. കോഴിക്കോട് ചെന്ന് അദ്ദേഹം മുമ്പിൽ വന്നിരുന്നപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അത് 79 വന്നൊരു സിനിമയാണ്. ആ കാലത്ത് ഞാൻ സ്കൂളിലാണ്, അപ്പോൾ അന്ന് കണ്ടിട്ടില്ല ഈ സിനിമ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നന്നായി, നിനക്ക് നിൻ്റെ സ്വതന്ത്രമായിട്ട് നിൻ്റെ സിനിമ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയ സിനിമയുടെ ഒരു തിരക്കഥ പുസ്തകം എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിച്ചിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതൊരു ചെറിയ പുസ്തകമാണ്, ഞാൻ ഒത്തിരി സ്പീഡിൽ വായിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ മാറി ഇരുന്നിട്ട് വായിക്കാം എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു വേണ്ട. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അത് വേണ്ട, നീ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു തവണ വായിച്ച് പിന്നെ ആലോചിച്ച് വീണ്ടും ഒന്നും കൂടി വായിക്കണമെങ്കിൽ വായിച്ചിട്ട് എന്തൊക്കെയാണ് അതിൽ മാറ്റം, അത് അതുപോലെ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത്, അപ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ സജസ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ അത് വായിച്ചു കഴിഞ്ഞു. പിന്നെ ഒരാഴ്ചയെങ്കിലും കഴിയാണ്ട് എങ്ങനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വായിച്ചു, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് പുതിയ കാലത്ത് എന്തിന് ഈ സിനിമ വീണ്ടും ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് നമുക്കൊന്ന് ഒരുമിച്ച് കുറച്ച് ദിവസം ഇരിക്കണം എന്നാണ്. അപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചതുപോലെയാണ്, അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസം ഇരിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ കാലിക്കറ്റിലേക്ക് വരാം. അദ്ദേഹം കാലിക്കറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അത് വേണ്ട, ലാലു എവിടെയാണ് താമസിക്കണതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം എറണാകുളത്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനേക്കാൾ സന്തോഷമായി, പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും. അങ്ങനെ ട്രെയിനിൽ എറണാകുളത്ത് വന്നു. ഞാൻ പോയി അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ. അപ്പോൾ വരുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു, ഭക്ഷണം ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വീട് അവിടെയല്ലേ, എനിക്ക് ചോറ് വേണം, മീൻകറി വേണം, വേറെ ഒന്നുമില്ല എന്നാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങളവിടെ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടിൽ ആണ് പോയി താമസിച്ചത്. അപ്പോൾ അന്ന് തൊട്ടിട്ടൊരു 10 ദിവസം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ട് ആരാധിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരുപാട് തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ, ഞാൻ പ്രത്യേകിച്ച് സിനിമയുടെ അകത്തുള്ള ഒരാളായതുകൊണ്ട് സിനിമയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള കഥകൾ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള, മമ്മൂക്കയെ പോലുള്ള ആളുകളടക്കം പഞ്ചപുച്ഛമടക്കി ഭയഭക്തിയോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ വേറൊരു എം ടിനെയാണ് കാണുന്നത്. അദ്ദേഹവുമായിട്ട് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ഒരു വിനോദം. അപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ചും എൻ്റെ ഒറ്റപ്പാലത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും
പാരൻസിനെ കുറിച്ചും എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും പിന്നെ സിനിമയിൽ വന്നതിനെക്കുറിച്ച് സിനിമയിൽ അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ചില കഥകളൊക്കെ കേട്ടിട്ട് കുട്ടികളെപ്പോലെ പൊട്ടിച്ചിരിക്കുന്ന MT ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കംഫർട്ടബിളായി, അദ്ദേഹത്തിന് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം ഇനി എഴുത്തിലേക്ക് കയറാമെന്ന് തീരുമാനിച്ച സമയത്ത് അപ്പം ഇനി നാളെ ലാലു വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ അപ്പോഴേക്കും ഒന്ന് ഒരു ഓർഡർ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകണം, എനിക്ക് എഴുതാൻ പറ്റും തോന്നണില്ല, സ്പോണ്ടിലൈറ്റിസ് വീണ്ടും തുടങ്ങി, കുറേ കാലമായിട്ട് ശല്യമില്ലാതിരുന്നാണ്, ഇപ്പോൾ പേപ്പറിലേക്ക് നോക്കുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷനുണ്ട്, അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റണില്ല എന്നാണ്. എൻ്റെ എല്ലാ ഗ്യാസും ഔട്ടായി. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഇക്ബാലിനെ, ദുബായിലാണ്, അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ്, ഞാൻ പറഞ്ഞു കയ്യിൽ നിന്ന് പോയി ചങ്ങാതി, പുള്ളിക്ക് എഴുതാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, ബുക്കിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, സ്പോണ്ടിലൈറ്റിസ് ആണ്, 30 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതാണ്, ആയുർവേദവും അലോപ്പതിയൊക്കെ മാറി മാറി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇക്ബാൽ ഭയങ്കര MT ഫാനാണ്. അപ്പോൾ പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും എല്ലാം അറിയാം. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നമ്മുടെ മരുന്ന് കഴിക്കുമോ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ശരിയാക്കാം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തായാലും മരുന്ന് അയക്കി ഇതാക്കി, ഞാൻ മേടിച്ചുകൊണ്ട്, എന്നിട്ട് ഞാൻ MT സാറിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഹോമിയോ ആണ്, എൻ്റെ ഫ്രണ്ട് തന്നതാണ്, ഇത് ഇപ്പോഴത്തെ ഈ അസ്വസ്ഥത മാറും എന്നാണ് പറയുന്നത്, ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ നോക്കിയിട്ട് ആ മരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് നോക്കാം, കഴിക്കാം എന്ന് പറഞ്ഞു പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഇതായിട്ട് ഞാൻ വിളിച്ചു. അപ്പം ഞാൻ കാലിക്കറ്റിൽ ചെന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നേരിട്ട് ചെന്നു. അപ്പോൾ ആൾ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല, വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഞാൻ ഇന്നലെ തൊട്ട് യോഗ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പം ഞാൻ അത് പോയി പള്ളി പറഞ്ഞാൽ മതി. എൻ്റെ ഹോമിയോയ്ക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടല്ലോ, അതായത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് മാറിയെന്ന് ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ തന്ന മരുന്ന് കൊണ്ട് തന്നെയാണ് മാറിയത്, ഇന്നലെ യോഗ തുടങ്ങിയാൽ ഇത് മാറില്ല. അപ്പോൾ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട്, ചുണ്ടിങ്ങനെ സൈഡിലേക്ക് വലിച്ചിട്ടുള്ളൊരു ചിരിയുണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഹോമിയോയ്ക്ക് ശക്തിയുണ്ട്, ഹോമിയോയ്ക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെയാണ് അദ്ദേഹം ആ സ്ക്രിപ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത്. സിനിമ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന് ആ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ വന്നു. അപ്പം അതിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തോ കുടുംബത്തിലെന്തോ തിരക്കുകളായിട്ട് വരാൻ പറ്റിയില്ല. അപ്പം ആ സ്ക്രിപ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു പോർഷൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും എഴുതേണ്ടതുണ്ട്, ഒരു സ്ഥലത്ത് ഒരു വാക്വമുണ്ട്, അത് നമുക്കൊന്ന് സംസാരിച്ചിട്ട് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോയിട്ട് പിന്നെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ആ ദിവസങ്ങളിൽ അത് ആ പോർഷൻ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനോധർമ്മം അനുസരിച്ച്, ഡയലോഗൊന്നും ഉള്ള ഏരിയ അല്ല, ഡയലോഗുമ്മ തൊട്ടാലാണ് നമ്മൾ പിടിക്കപ്പെടുക. അപ്പോൾ ഡയലോഗില്ലാതെ ആ ഏരിയ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡബിൾ പോസിറ്റീവ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡയലോഗ് മാത്രം, വിഷ്വലും ഡയലോഗും മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ പാട്ടുകൾ അതത് സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട്. അങ്ങനെ 2 CD-യുമായിട്ട് ഞാൻ കാണിക്കാൻ വരട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ വീഡിയോ പ്ലെയറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോ പ്ലെയറും മേടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. TV-യിലൊക്കെ കണക്ട് ചെയ്ത് ആദ്യത്തെ CD പ്ലെയറിലിട്ടിട്ട് ഇടുന്ന സമയത്ത് അദ്ദേഹം ഒരു ബീഡി കയ്യിലെടുത്തു. അപ്പോഴേക്കും ഇത് ഓണായി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ തന്നെ നോക്കിയിരിക്കുക, ഞാൻ സിനിമയൊന്നും കാണുന്നില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ഇൻ്റർവെല്ലാവുന്നത് വരെ അദ്ദേഹം ഈ ബീഡി കത്തിച്ചില്ല. അതാണ് എൻ്റെ ഒരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ, കാരണം എവറി 5 minutes ഒരു ബീഡി വലിക്കുന്ന ആളാണ്. ആ ബീഡി കയ്യിൽ പിടിച്ചിട്ട് ഇൻ്റർവെല്ലായപ്പോൾ ആ ബീഡി എടുത്ത് കത്തിച്ചു. പിന്നെ സമ്പൂർണ്ണ നിശബ്ദതയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ CD, സെക്കൻഡ് ഹാഫിൻ്റെ CD പ്ലെയറിലിട്ടു.
ബീഡി കഴിഞ്ഞപ്പോൾ ആ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറയണില്ല, ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ഒന്നും പറയണില്ല. സെക്കൻഡ് ഹാഫ് പ്ലേ ചെയ്തു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ അടുത്ത ബീഡി എടുത്തു കത്തിച്ചിട്ട് പിന്നെ മൗനമാണ്. ആ ബീഡി മുഴുവൻ വലിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിമാളുവിൻ്റെ ദേഷ്യം ഞാൻ അഡ്രസ്സ് ചെയ്തിരുന്നില്ല, നീ അത് അഡ്രസ്സ് ചെയ്തു. പിന്നെ തിരക്കഥയിൽ നിന്ന് എലിവേറ്റഡ് ആവണം സിനിമ. അങ്ങനെ എലിവേറ്റ് ചെയ്യുമ്പോഴാണ്, തിരക്കഥയിൽ നിന്ന് എലിവേറ്റ് ആവുമ്പോഴാണ് സിനിമ നല്ല സിനിമയാവുന്നത്. അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ എനിക്ക് ഇനി ഓസ്കാറൊന്നും ആവശ്യമില്ല, ഒരു 3 ഓസ്കാർ ഞാൻ അപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അതൊരു, പിന്നെ ഒന്നും പറയണ്ട, ഒരു നമ്മളെ നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്, അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടും. വാക്കുകൾ മിസ്യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. വാക്കുകളുടെ കാര്യത്തിൽ നല്ല പിശുക്കനാണ്. ആ പിശുക്കെന്ന് പറയുന്നത് ആ വാക്കുകളുടെ വില അത്രയും അറിയുന്നത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല, വരില്ല. ആവശ്യമുള്ളിടത്ത് ആ വാക്കുകൾ ശക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും, അത് ആർക്കെതിരെയാണെങ്കിലും. അപ്പോൾ അത് വാഗ്ദേവതയുടെ അനുഗ്രഹം കിട്ടിയതിൻ്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ പറ്റി, അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റി. ഇപ്പം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു സിനിമ മാത്രം ചെയ്ത് എനിക്ക് വന്നിരിക്കാൻ പറ്റി. ശ്രീകുമാറിന് ഇരിക്കാനുള്ള സകല യോഗ്യതയും അർഹതയുണ്ട്. എനിക്ക് ഈ ഒരു സിനിമയുടെ, ആ സിനിമ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നത് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വന്നിരുന്ന് ഓർമ്മിക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇവർക്കൊന്നുമില്ലാത്തൊരു ഭാഗ്യം MT സ്മൃതിയാണല്ലോ. അപ്പോൾ ചെറിയ ഭാഗ്യങ്ങളാണെങ്കിലും അത് പറയാമെന്ന് തോന്നുന്നു. അത് MTയുടെ അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ഒരു വസുന്ധരയെ പറ്റി പറയുന്നുണ്ട്. ആ വസുന്ധര യശോധര എന്ന് പറയുന്ന ഒരു ശരിക്കുള്ള ആളായിരുന്നു. അവരെ നേരിട്ട് കാണാനും അവരോടൊപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അത് പ്രിയനന്ദനൻ്റെ 2ാമത്തെ ചിത്രം, അത് മന്ദാരപ്പൂവല്ല എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു. അത് ഈ യശോധരയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ യശോധരയെ കണ്ടെത്താൻ പോകുന്ന ജേർണലിസ്റ്റായി അഭിനയിച്ചത് ഞാനായിരുന്നു. യശോധരയ്ക്കൊപ്പം നേരത്തെ ഈ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞാൻ പ്രമുഖ സിനിമ അഭിനേത്രി എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് വലിയ ഞെട്ടി. പ്രമുഖ പോയിട്ട് ഞാൻ ഒരു 2-3 സിനിമയുടെ സൈഡിൽ കൂടെ നടന്നു പോയതിനാണ് ആ പറഞ്ഞത്. അത് ഒരു തരത്തിൽ എനിക്ക് യോജിക്കാത്ത ഒരു അഡ്രസ്സാണ്. പക്ഷേ അത്യപൂർവ ഭാഗ്യം എന്ന് പറയുന്ന പോലെ അവരുടെ ആ വീട്ടിൽ, ആ കുന്നിൻ മുകളിൽ അവർക്ക് നമ്പൂതിരി വെച്ചു കൊടുത്തൊരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു അവർ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നത്. VK ശ്രീരാമൻ അതെ വേറിട്ട കഥകളിലാണ് അവരെ പറ്റി ആദ്യമായി പറയുന്നത്. അവരുടെ ജീവിതം വെച്ചായിരുന്നു ആ സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഒരു ഭാഗ്യമില്ലാത്ത സിനിമയായിരുന്നു. അത് മന്ദാരപ്പൂവല്ല. പ്രിയനന്ദൻ അതിൻ്റെ ഒരു ആദ്യത്തെ പോർഷൻ ഷൂട്ട് ചെയ്തു. അത് ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ തുടക്കത്തിലെ ആദ്യത്തെ സിംഗ് സൗണ്ട് സിനിമയൊക്കെ ആയിരുന്നു. കാരണം ഇവരെ ഡബ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അതൊരു ഡോക്യുമെൻ്ററി പോലെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവർ വാസുവിനെ പറ്റി പറഞ്ഞ അനുഭവങ്ങൾ നേരിട്ട് കേൾക്കാൻ, അതായത് സ്കൂളിൽ വാസു എന്തായിരുന്നു എന്ന് അവർ നേരിട്ട് പറയുന്നു. നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പം ജീവചരിത്രത്തിൽ പറയുന്നത് പോലെ MT പ്രായത്തിൽ വളരെ കുറവായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ബാക്കിയുള്ള കുട്ടികളെക്കാട്ടിലും വളരെ ചെറുതാണ്. കാരണം നല്ല ബുദ്ധിയാണ്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാ ക്ലാസ്സുകളും ഓടി കയറിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് യശോധര യശോധര എന്നുള്ളത് അവരുടെ ഒറിജിനൽ പേരാണ്. വസുന്ധര എന്നാണ് ആ കഥയിൽ അവരെ പറ്റി പറയുന്നത്. അപ്പോൾ യശോധരയ്ക്ക് ഒരു 10-17 വയസ്സുള്ള അതിസുന്ദരിയായ യുവതിയായിട്ട് അവരവിടെ ചെല്ലുമ്പോൾ വാസു ചെറിയ കുട്ടിയാണ്. വാസുവിന് ഒരു 10-12-13 വയസ്സേ ഉള്ളൂ ഇവരെ കാണുമ്പോൾ. അപ്പോൾ ആ ക്രഷ് ഉണ്ടല്ലോ, ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ക്രഷാണ്. ആ ക്ലാസ്സിലെ മുതിർന്ന ആളുകൾക്കൊക്കെ അവരോട് ക്രഷായിരുന്നു. അതുപോലെ വാസുവിനും ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് യശോധരാമ്മ സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. വാസുവിനെ പറ്റി, MT വാസുദേവൻ നായരെ പറ്റിയല്ല, വാസുവിനെ പറ്റി നേരിട്ട് പറയാൻ ഒരു പക്ഷേ ശ്രീകുമാരേട്ടന് പോലും മിസ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ഓർമ്മ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ, അതാണ് എനിക്ക് സിനിമയായിട്ടുള്ള ബന്ധം. ലാൽചേട്ടൻ പേടിക്കരുത്, ഇതെപ്പോഴാണ് ഇവർ സിനിമയിൽ അഭിനയിച്ചത് എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ MTയെ പറ്റിയുള്ള ആ ഒരു ചെറിയൊരു ഓർമ്മ ഇതിൻ്റെ കൂടെ സൈഡിൽ കൂടെ പോകുമ്പം ഞാനും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ഈ ബുക്കിലും ആമുഖത്തിലും ശ്രീകുമാരേട്ടൻ പറയുന്നുണ്ട്, ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ MTയോടുള്ള അത്യാരാധനയിലാണ് നമ്മുടെ വാക്കുകൾ. വിനയം, ഭയം, ഭക്തി, എനിക്ക് തോന്നുന്നു ഭക്തിയൊക്കെയാണ് നമുക്ക് കൂടുതലായി MTയോടുള്ളൊരു വികാരം. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും ആ വികാരങ്ങളായിരിക്കും വരിക.
ഇത്രയും വർഷം ഒന്നിച്ച് സഞ്ചരിക്കുക, MT ഇങ്ങനെ ഒരു ദൈവത്തെ പോലെ കാണുക, ഒരു വിഗ്രഹമാണ് നമ്മുടെ മുന്നിൽ MT. എഴുതുമ്പോൾ അതിൽ ഈ ആരാധനയും ഭക്തിയും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതിയാൽ പോലും, ഇപ്പം ഞാൻ MT പറ്റി എഴുതിയാൽ, അല്ലെങ്കിൽ ലാലു ചേട്ടൻ MT പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്താൽ അത് മുഴുവൻ അതായിരിക്കും വരിക, ഉറപ്പാണ്. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ അത് വളരെ റിയലിസ്റ്റിക്കായി, ഒരു തരത്തിലും MT പറ്റി നിങ്ങൾക്ക് എന്തറിയണമോ, സത്യസന്ധമായി MT ആരായിരിക്കണമെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. ആരാവണം എന്ന് അടുത്ത തലമുറ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ആ പുസ്തകമുണ്ട്. അതിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ MTയുടെ വളരെ പേഴ്സണലായ കാര്യങ്ങൾ, ഒരു പക്ഷേ MT മരിച്ചപ്പോൾ പോലും നമ്മളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് എന്താണ് സിത്താരയെ അവിടെ കാണാത്തത്, അല്ലെങ്കിൽ ഈ ആരായിരുന്നു MTയുടെ ആദ്യ വിവാഹത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള ഒരു മാധ്യമ പ്രവർത്തകയുടെ ക്യൂരിയോസിറ്റിയൊക്കെ സ്വാഭാവികമായി നമുക്ക് ഉണ്ടാവും. കാരണം അതിനെപ്പറ്റി MT എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ, അതായത് MT പറയാത്ത, MT മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ കൂടെ MTയുടെ ലൈഫിലുണ്ടല്ലോ. അതിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ MTയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഈ ആരാധന എങ്ങനെയാണ് ആ എഴുത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്? ഈ പുസ്തകം ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് 2 വെല്ലുവിളികളാണ്. ഒന്ന്, MTയെ പറ്റി നമുക്കൊക്കെ അറിയാം. MTയുടെ കഥകൾ, സിനിമകൾ, നോവലുകളൊക്കെ നമുക്കറിയാം. പിന്നെ അദ്ദേഹം തന്നെ എഴുതിയ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആത്മകഥാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് MTയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുക്കണം. അത് വലിയ വെല്ലുവിളിയായിരുന്നു. രണ്ടാമത്, ഞാൻ പറഞ്ഞ പോലെ ലോകത്ത് ഞാൻ MTയെ പോലെ ആരാധിച്ച ഒരാൾ വേറെയില്ല. പക്ഷേ ഈ പുസ്തകം എഴുതുമ്പോൾ അതൊരിക്കലും ഒരു വാഴ്ത്തുപാട്ടായി മാറരുത്. അത് ഞാൻ സാറിനോട് ഒരിക്കൽ സംസാരിച്ചു. ഈ പുസ്തകത്തിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്തായിരുന്നു സാറ് എന്നുള്ള വസ്തുനിഷ്ഠമായൊരു വിവരണമാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് എപ്പോൾ ഈ പുസ്തകം എഴുതാനിരുന്നോ, ആരാധകൻ്റെ കുപ്പായ അഴിച്ച് അഴയിൽ തൂക്കി വെച്ചതിന് ശേഷമാണ് ഞാനിത് എഴുതാനിരുന്നിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഇതിലൊരു അർത്ഥം ഇല്ലാണ്ടായി പോകും. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ, ഒരു 10-30 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ, ഏറ്റവും സംഘർഷമുണ്ടാക്കിയ ഒരു അധ്യായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ച പ്രമീള നായരും സിത്താരയും. അത് 12 കൊല്ലത്തോളം 13 കൊല്ലത്തോളം നീളുന്ന ഒരു ബന്ധമാണ്. അതിനുശേഷം ആ ബന്ധം ഇല്ലാതാകുന്നു. പക്ഷേ മകൾ എന്ന് പറഞ്ഞൊരു ബന്ധം അവിടെ തുടരുകയാണ്. അതിനുശേഷം കലാമണ്ഡലം സരസ്വതി വിവാഹം കഴിക്കുന്നു. അശ്വതി എന്ന് പറയുന്ന കുട്ടി ഉണ്ടാകുന്നു. അപ്പം നമുക്കൊക്കെ MTയെക്കുറിച്ച് പറയുമ്പോൾ MTയെക്കുറിച്ചുള്ള ഏത് ഫീച്ചറുകളിലും എല്ലാ കാര്യങ്ങളിലും ഡോക്യുമെൻ്ററികളിലും ഒക്കെ MTയും അശ്വതിയും അതുപോലെ തന്നെ കലാമണ്ഡലം സരസ്വതി നമുക്ക് എല്ലാവർക്കും കണ്ടു പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ്. ഒരുപാട് വീഡിയോകളിലൊക്കെ ആണെങ്കിലും ഒക്കെ കാണുന്ന, അദ്ദേഹത്തിന് വയ്യാതായ സമയത്ത്, അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാളിലൊക്കെ ഇവരെ നമ്മൾ വല്ലാതെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് എത്ര പേർക്ക് പ്രമീള നായർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയെയും അതുപോലെ തന്നെ സിതാര എന്ന് പറയുന്ന ആ ഒരു മകളുടെയും മുഖം അറിയാമെന്നുള്ളത് പോലെ എനിക്കറിയില്ലായിരുന്നു. ഈ പുസ്തകം എഴുതുന്നവരെ ഞാൻ അവരുടെ ഒരു മുഖം കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അധ്യായം വളരെ പ്രധാനമാണ്. അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആത്മസംഘർഷം അനുഭവിച്ച ഒന്ന്. ഇത് സാറിനോട് ചോദിക്കണം, സാറിൻ്റെ അനുവാദം ഇല്ലാതെ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ദിവസം ഒരാഴ്ച ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയാണ് സാറിനോട് ഇത് ചോദിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരിക്കൽ ഈ ഒരു 10-15 കൊല്ലം മുമ്പ് ഒരിക്കൽ മരിക്കാൻ നേരത്ത് പ്രമീള നായർ കാണണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കണ്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ വളരെ ക്ഷുഭിതനായ ഒരു അനുഭവം ആലങ്കോട് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിതൊരു ഒരാഴ്ചത്തോളമൊക്കെ തയ്യാറെടുക്കുന്നു. അതിനുശേഷം അന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം ഞാൻ ഫ്ലാറ്റിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് ഞാൻ വരണ്ടെന്ന് പറയുന്നു, മാറി നിൽക്കണം എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വരാറുള്ള സതീഷുണ്ട്, ചേട്ടൻ്റെ മകനുണ്ട്. സതീഷിനോടും പറഞ്ഞു അന്ന് നിങ്ങൾ വരണ്ട, ഞാനിത് ചോദിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ആരുമില്ല, സാറ് മാത്രമേ ഉള്ളൂ. സാറിങ്ങനെ വെടി വലിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അടുത്തിരിക്കുന്നു. എനിക്കിത് ചോദിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ മനസ്സിൽ തയ്യാറെടുത്ത് ബലം പിടിച്ചിട്ട് അവസാനം ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സാർ, ഈ പുസ്തകത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. സാറിന് പറയാൻ വിഷമമാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം. അപ്പോൾ എന്താന്ന് ഇങ്ങനെ നോക്കുകയുള്ളൂ, ചോദ്യമൊന്നുമില്ല. എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയേണ്ടത് പ്രമീള ടീച്ചറെ കുറിച്ചിട്ടാണ്. പിന്നെ തല കുനിച്ചിരിക്കുന്നു, ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നു. 1-2 മിനിറ്റൊന്നുമല്ല, അരമണിക്കൂർ നേരം, 25-28 മിനിറ്റ് നേരം ഒരക്ഷരം മിണ്ടാതിരിക്കുകയാണ്. മുഖത്ത് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ആ സമയത്തുള്ള എൻ്റെ ഒരു അവസ്ഥ എനിക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാനപ്പോൾ മനസ്സിൽ തീരുമാനിച്ചത് ജീവചരിത്രം എഴുത്ത് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് വേണ്ടി പണിയെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ആലങ്കോട് ലീലാകൃഷ്ണനോട് പൊട്ടിത്തെറിച്ച എൻ്റെ മനസ്സിലുണ്ട്. പൊട്ടിത്തെറിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പൊട്ടിത്തെറിക്കാത്ത ഈ ഒരു മൗനം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അങ്ങനെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ കോഴിക്കോട് MB കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരെ പരിചയപ്പെടുന്നത്. അവർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, പ്രമീള എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് 2 ദിവസത്തോളം ഏതാണ്ട് 3 മണിക്കൂർ നേരം സിത്താരയെയും പ്രമീളയെയും കുറിച്ചിട്ട്
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാനിങ്ങനെ സിനിമയിലൊക്കെ കാണുന്നതല്ല, അദ്ദേഹത്തിൻ്റെ പറച്ചിലിന് അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ സൈക്കിൾ റിക്ഷയിൽ പ്രമീള MB കോളേജിൽ വരുന്നതും, അപ്പോൾ അന്ന് R രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിലുള്ള എഡിറ്ററുമായിട്ടുള്ള പരിചയവും, അപ്പം അന്ന് V അബ്ദുള്ളയും MT ഒക്കെ ചേർന്നിട്ട് ഈ കഥകൾ കുറച്ച് നല്ല മലയാള കഥകൾ ഇംഗ്ലീഷിലേക്ക് കൊടുക്കണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയും അങ്ങനെ കുട്ടിയടത്തിയും ഇരട്ടിൻ്റെ ആത്മാവും മഞ്ഞ് എന്നുള്ള നോവലും ഒക്കെ അടക്കമുള്ള രചനകൾ, ഒരുപാട് പുസ്തകങ്ങൾ തർജ്ജിമ ചെയ്തിട്ടുള്ള തിരക്കഥകളും വളരെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരുടെ രചനകളൊക്കെ തർജ്ജിമ ചെയ്തിട്ടുള്ള വളരെ ബുദ്ധിമതിയായിട്ടുള്ളൊരു സർഗാത്മകമായിട്ട് വളരെ കഴിവുകളുള്ളൊരു സ്ത്രീയായിരുന്നു പ്രമീള നായർ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരു സമയം വരെ പറഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിവാഹം കഴിയുന്നു. വിവാഹമൊക്കെ വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ട് വന്നങ്ങനെ താമസിക്കുകയാണ്. പിന്നീടാണ് അത് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരത്തേക്ക് മൗനാണ്. ഇവരുടെ ജീവിതത്തിലുള്ള താളം തെറ്റലുകളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം മിണ്ടാതിരുന്ന ശേഷം പറഞ്ഞു, പിന്നെ അതങ്ങോട്ട് ഒത്തുപോയില്ല, അതവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതവിടെ മതി, ഇനി അതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അന്ന് ഈ മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്തൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വലിച്ചഴച്ച ജീർണമായിട്ടുള്ള മലയാളിയുടെ ഒരു നമുക്ക് വളരെ സങ്കടം തോന്നുന്ന രീതിയിലാണ്. ഇപ്പോൾ പ്രമീള നായരെ, ഇപ്പോൾ അവസാന കാലത്ത് പ്രമീള നായരെ കാണാൻ ചെന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ എഴുതുന്നു. MT യെക്കുറിച്ചോ MT യുടെ പുസ്തകങ്ങളൊന്നും വായിക്കാത്തവർ അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ തന്നെ സാഹിത്യകാരന്മാരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറുപടി എടുക്കുക നമുക്ക് വല്ലാതെ സങ്കടം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഓരോന്നും ചോദിക്കുന്നു. ഈ ചോദിക്കുന്നതിനൊക്കെ അദ്ദേഹം എന്നോട് കൃത്യമായ ഉത്തരം തരുന്നു, സിതാരയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ അതിലൊരു ആത്മവിശ്വാസം വരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതുകൂടാതെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് മാത്രം പോരാ, അതുകൂടാതെ പ്രമീള നായരുടെ ജീവിച്ചിരിക്കുന്ന അതൊരു സഹോദരൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരെ ഞാൻ പോയി കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്ന ഒരു വേണു താമരശ്ശേരിയുണ്ട്. ഈ പ്രമീള നായരുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നതാണ്. നഷ്ടബോധങ്ങൾ എന്ന് പറയുന്ന നോവലും ഗൗതമി എന്ന പെൺകുട്ടി എന്ന് പറയുന്ന കഥാസമാഹാരമൊക്കെ എഴുതിയ പ്രമീള നായർ കലാകൗമുദിയിൽ തുടർച്ചയായിട്ട് ആത്മകഥാപരമായ കുറിപ്പുകൾ എഴുതിയിരുന്നു, ഗൃഹലക്ഷ്മിയിൽ എഴുതിയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്യുകയും ഇത് മാത്രം ഞാൻ ഒന്നും തന്നെ അദ്ദേഹത്തോട് ഇന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങിയപ്പോൾ ഒക്കെ എഴുതിക്കോളൂ എന്ന് പറയുക ചെയ്തത്. പക്ഷേ ഈ പുസ്തകം എനിക്ക് അദ്ദേഹത്തോട് ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്തു. സിതാര നമുക്കറിയാത്ത ഒരാളാണ്. സിതാര എങ്ങനെയെങ്കിലും ഈ പുസ്തകത്തിൽ സിതാരയുടെയും പ്രമീളയുടെയും സ്പേസ് വേണം. സിതാരയുടെ ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു പ്രതികരണം എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് സിതാരയുടെ മെയിൽ അഡ്രസ്സ് കണ്ടെത്തുന്നു. അവരിപ്പോൾ അമേരിക്കയിൽ വലിയൊരു ജോലിയിലാണ്. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ വലിയൊരു ഏരിയ മാനേജറൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു വലിയ വരുമാനം കിട്ടുന്ന ബീഹാറിയാണ് കല്യാണം കഴിച്ചത്, സഞ്ജയ് ഗിർമേ എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അഡ്രസ്സിൽ മെയിലിൽ ഇങ്ങനെ ഒരു കത്തയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പുസ്തകം ഞാൻ ചെയ്യുന്നുണ്ട്, സാറിൻ്റെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന ജീവചരിത്രമാണ്. അതിൽ സിതാരയുടെയും സിതാരയുടെ അമ്മ പ്രമീളയുടെയും സ്പേസ് വളരെ കൃത്യമായിട്ട് എനിക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. വേറെ ഒരു ദുരുദ്ദേശവും എനിക്കിതിലില്ല. ഒരു ഗോസിപ്പ് ലെവലിലേക്കേ അല്ല ഞാനത് ഉദ്ദേശിക്കുന്നത്. അതില്ലെങ്കിൽ ഈ പുസ്തകം അപൂർണമാകും. നിങ്ങളെക്കുറിച്ച് സാർ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്നാലും അതിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അയച്ചു തരാം. എന്നിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് മറുപടി അയച്ചു തരണം എന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെയിൽ കിട്ടിയെന്ന് മാത്രം ഒരു മറുപടി വരുന്നു. പിന്നെ ഒരു വളരെ വിശദമായ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ് അയച്ചു കൊടുത്തത്. മലയാളം അവർക്ക് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള വളരെ വിശദമായ ഒരു 4 പേജുകൾ വരുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരമായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വല്ലാതെ, അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വ്യക്തിത്വം വല്ലാതെ അനുഭവിക്കുന്ന, കാരണം ചെറുപ്പത്തിൽ ഇവർ തമ്മിലുള്ള ജീവിതത്തിലെ താളപ്പിഴകൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള താളപ്പിഴവുകൾ മുഴുവനും അനുഭവിച്ചറിഞ്ഞൊരു കുട്ടിയാണ്. അത് മുഴുവൻ ആ മറുപടിയിൽ ഉണ്ടായിരുന്നു. അതിലൊരു ചോദ്യം ഇതായിരുന്നു, MT എന്ന എഴുത്തുകാരനെയും അച്ഛനെയും എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മറുപടി, MT എന്ന എഴുത്തുകാരനെ എനിക്ക് എന്നും ബഹുമാനമാണ്, പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല എനിക്ക് എന്ന് പറയാം. ആ ചെറുപ്പത്തിൽ ആ വീട്ടിൽ നിന്ന് അമ്മയും മകളും ഒക്കെ ഇറങ്ങിപ്പോകേണ്ടി വന്ന അവസ്ഥയൊക്കെയുണ്ട്. അതിലെനിക്ക് ഞാൻ ഇതുവരെ ഈ ദിവസം വരെ ഞാൻ സിതാരയെ കണ്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കോപ്പി അയച്ചു കൊടുത്തു, 1-2 മെയിലുകൾ അയച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അതിലൊരു ചോദ്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വല്ലപ്പോഴും മാത്രമേ കോഴിക്കോട് വന്നിട്ട് അച്ഛനെ കാണാറുള്ളൂ. അപ്പോഴൊക്കെ കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെൻറ്റ് മനസ്സിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. അകന്ന ഏതോ ഒരു ബന്ധുവിനെ കാണാൻ പോകുമ്പോഴുള്ളൊരു വികാരമാണ് എനിക്ക് അച്ഛനെ കാണാൻ പോകുമ്പോഴുള്ളതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന. പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ആ മകള് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും ശരിയായ കാര്യമല്ല. MT ആ 3ാമത്തെ തവണ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിട്ട് അവിടെ നിന്ന് അശ്വതിയുടെ ഫ്ലാറ്റിലേക്ക് മാറിയ സമയത്ത് 2 ദിവസം സിതാര അവിടെ വന്നു. പക്ഷേ സിതാരയെ MTക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് MTയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് അവിടെ നിന്ന്. ഇപ്പം നമ്മൾ നേരിട്ട് അവിടെ പോയി കാണുകയല്ല. അപ്പോൾ എന്നെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടുപോയാക്കൂ അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നു. MTയെ കൊണ്ട് എന്തെങ്കിലും ഓർമ്മയെടുക്കാനും, പക്ഷേ കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് വൈകുന്നേരം, അപ്പോൾ സതീശൻ വഴിയാണ് ഇതെല്ലാം ഞാൻ അറിയുന്നത്. അന്ന് വൈകുന്നേരം
സിത്താര പോയി. അന്ന് വൈകുന്നേരം സാറ് പകുതി ബോധത്തിൽ എയർപോർട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു അധ്യായം ഈ പുസ്തകത്തിൻ്റെ അനിവാര്യമായൊരു ഘടകമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് പ്രമീള നായരുടെ മുഖവും അതുപോലെ തന്നെ സിത്താരയുടെ മുഖവും മലയാളിക്ക് പരിചിതമായിട്ടുള്ളത്. അത് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഒരിടത്ത് പോലും ഒരു ചപലമായൊരു ഭാഗത്തേക്ക്, ഒരു മഞ്ഞപ്പത്ര പ്രവർത്തനത്തിൻ്റെ രീതിയിലേക്കൊന്നും പോകാതെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട്, കാരണം ഇതിൽ നമ്മൾ വിധി പറയാൻ ആളല്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അവരുടെ പുനർവിവാഹം ചെയ്യുന്നു, ഇതൊന്നും പുതിയ കാര്യവുമല്ല. അതിലെ ശരിതെറ്റുകളൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഇന്നതൊക്കെയാണ് നടന്നത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആദ്യത്തെ 2-3 ചാപ്റ്ററുകൾ ആദ്യ ഭാര്യയും മകളും, പിന്നീടുള്ള 3 ചാപ്റ്ററുകൾ പിന്നീടുള്ള ഭാര്യയും മകളും എന്ന രീതിയിൽ ഇവരുമായിട്ടുള്ള 3 ആളുമായിട്ടുള്ള ഇൻ്റർവ്യൂ, കലാമണ്ഡലം സരസ്വതി, സിത്താര, അശ്വതി എന്നിവരുമായിട്ടുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂവും സഹിതം. അതിന് ഞാൻ തലക്കെട്ടിട്ടത് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്നാണ്. അതായത് മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ കഥയാണ്. ഈ അധ്യായം അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചു, അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അശ്വതിയുമായിട്ടൊരു സിത്താരയുമായിട്ട് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, സിത്താരയുടെ ഒരു വിശദമായ മറുപടി വന്നിട്ടുണ്ട്, അത് സാറിനെ ഒന്ന് കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ ഒരു വലിയ കുറ്റബോധം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു വല്ലാത്ത ഒരു സംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എവിടെയൊക്കെയോ പ്രമീളയോടോ സിത്താരയോടോ ചെയ്തതിലുള്ള ഒരു, എനിക്ക് തോന്നിയതാണ്, ഞാൻ വ്യാഖ്യാനിച്ചെടുത്താണ്. അതൊന്നും ജീവചരിത്രത്തിലില്ല. ജീവചരിത്രത്തിൽ എന്താണ് ഫാക്ട്സ് എന്നുള്ള നിലയിൽ കൃത്യമായവരുടെ ഫോട്ടോകൾ സഹിതമാണ് ആ പുസ്തകം എഴുതിയത്. ആ ഒരു ചാപ്റ്ററാണ് 7-8 പ്രാവശ്യം മാറ്റി എഴുതി അങ്ങേയറ്റത്തൊരു ഞാണിമ്മൽ കളി എന്ന് പറയില്ലേ, അതുപോലെ എഴുതിയെടുത്തൊരു ചാപ്റ്ററാണത്. അങ്ങനെ എല്ലാ ചാപ്റ്ററുകളിലും പിന്നെ MT യെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മൾ MT തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ്, സിനിമയിലാണെങ്കിലും കഥയിലാണെങ്കിലും നോവലിലാണെങ്കിലും. പക്ഷേ ചെന്നുപെട്ട സംരംഭങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിയ ഒരു MTയുടെ കാര്യങ്ങൾ അതിനകത്ത്. MT എന്ന സംരംഭകനെ പറ്റി നമുക്കൊന്നും വലിയ കഥയിൽ അറിയില്ല. തെക്കേപ്പാട്ട് മെഡിക്കൽസ് എന്നൊക്കെ പറഞ്ഞു, തെക്കേപ്പാട്ട് മെഡിക്കൽസ് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ ആളാണ് MT. അത് പൊട്ടിപ്പോയി. പിന്നെ വിനയ ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു ചിട്ടി കമ്പനി തുടങ്ങി, അതും പൊട്ടി. പിന്നെ വിനയ ബസ് സർവീസ് എന്ന് പറഞ്ഞൊരു ബസ് സർവീസ് തുടങ്ങി, ആ ബസ് പലയിടത്തും കൊണ്ട് ഇടിച്ച് അവസാനം അത് നശിപ്പിച്ചു. പിന്നെ ഒരു ഒരു സായാഹ്ന പത്രം തുടങ്ങാൻ തീരുമാനിച്ചു. ഏറ്റവും വിജയകരമായിട്ടൊരു 6 മാസം കൊണ്ടുപോയൊരു സംരംഭമാണ് വയനാട് കേന്ദ്രീകരിച്ച് തുടങ്ങിയ മാധുരി ബിസ്ക്കറ്റ് കമ്പനി. അതിൻ്റെ ചീഫ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പാർട്ട്ണർ MT വാസുദേവൻ നായരായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അതും പൊട്ടിപ്പോയി. ഇങ്ങനെ കുറേ നടക്കാതെ പോയ സംരംഭങ്ങൾ, ഇതൊക്കെ അദ്ദേഹം എന്നോട് വളരെ ചെറു ചിരിയോടുകൂടി പറഞ്ഞ ഒരു സംരംഭം തന്നെയാണ്. സാഹസികതയെ ഇഷ്ടപ്പെട്ട അർമ്മദ ജീപ്പ് വാങ്ങി കഴിഞ്ഞ് ജീപ്പ് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലൈസൻസ് ഇല്ല. അപ്പോൾ ലൈസൻസിന് വേണ്ടി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുന്നു. ജീപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒരു പശു കയറ് പൊട്ടിച്ച് വന്ന് വട്ടം ചാടി വണ്ടി കൊണ്ടുപോയിട്ട് ഒരു മരത്തിൽ കൊണ്ടിടിച്ചു. അവിടെ നിന്ന് മുണ്ടൊക്കെ മടക്കി കുത്തി എണീറ്റ് വന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷോട് പറയാണ്, ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, യന്ത്രത്തിൻ്റെ ശാസ്ത്രം മാത്രം അറിഞ്ഞാൽ പോരാ, പശുക്കളുടെ മനഃശാസ്ത്രം കൂടി അറിയണമെന്ന് പറഞ്ഞ് അന്ന് ഈ ഡ്രൈവിംഗ് നിർത്തിയ MT. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ചില സൂചനകൾ കിട്ടുകയും അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയുകയും ചെയ്ത ഏണസ്റ്റ് ഹെമിംഗ്വേയോടുള്ള ആ സാഹസികതയുടെ താല്പര്യം കൊണ്ടാണ് ഈ അർമ്മദ ജീപ്പ് വാങ്ങിയിട്ട് വയനാടൻ ചുരത്തിൽ കൂടെയൊക്കെ ഓടിച്ച് നടക്കണമെന്ന് ആഗ്രഹിച്ച്. അങ്ങനെയല്ല, അത് പറഞ്ഞ വാചകതല്ല. സാഹസികത എന്ന് പറയുന്നത് എന്നെ പോലുള്ളവർക്ക് ഭാവനയിൽ കാണാൻ മാത്രം പറ്റിയ കാര്യമാണെന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഴ്ത്തുപാട്ടല്ലാതെ വസ്തുനിഷ്ഠമായി MT, ഇത് ഞാൻ പലയിടത്തും പറഞ്ഞതാണ്, ഈ തലമുറയെ ഉദ്ദേശിച്ചുള്ള പുസ്തകമല്ല. നമുക്കൊക്കെ MTയെ അറിയാം, MTയുടെ രചനകൾ അറിയാം. വരും തലമുറയെ ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. വരും തലമുറ നമുക്ക് മറക്കാൻ വളരെ എളുപ്പമുള്ള ആൾക്കാരാണ്, വളരെ പെട്ടെന്ന് മറക്കും. ഒറ്റ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഞാൻ മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളിൽ പോയിരിക്കുകയായിരുന്നു. ചില ആളുകൾ ഈ പുസ്തകം വാങ്ങും, ബുക്ക് ചെയ്തവരൊക്കെ വന്ന് വാങ്ങും. അപ്പോൾ അവർ പറയുന്നത് എഴുതിയ ആളായിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ കൊണ്ടൊന്ന് ഒപ്പക്കടിച്ച് മടിക്കും. ഒരു ആത്മരതിയുടെയൊക്കെ ഒരു സുഖത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു പയ്യൻ, +2 പഠിക്കുന്ന ഒരു പയ്യൻ ഇതേപോലെ റെസീറ്റ് കൊടുത്ത് ബുക്ക് ചെയ്ത് പുസ്തകമൊക്കെ വാങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞത് അത് എഴുതിയ ആളാണ്, ആ സാറാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനിപ്പോൾ പുസ്തകമായിട്ട് വരും, എന്നെ കൊണ്ട് ഒപ്പിടിക്കുന്നൊക്കെ വിചാരിച്ച്. ഇവൻ ആ പുസ്തകമായിട്ട് എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് ആ കവർ ചിത്രമുണ്ട്, ആ ചിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിത്രമാണ്. എനിക്കൊക്കെ നല്ലോണം, എനിക്കും സുധീറിനും ഒക്കെ നല്ലോണം അറിയുന്നൊരു, പക്ഷേ ലാൽ ജോസിനൊക്കെ അറിയുന്നതായിരിക്കും. കാരണം കുറച്ച് സ്നേഹമുള്ളവരെ കുറച്ച് നാൾ കാണാണ്ടിരുന്ന് പെട്ടെന്ന് കാണുമ്പോൾ ആ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന 1-2 സെക്കൻഡ് നീളുന്നൊരു ചിരിയാണ്. ആ ചിത്രത്തിന് വേണ്ടി 1 വർഷം ഞങ്ങൾ തപ്പിയിട്ടാണ് ആ ഒരു ചിത്രം ഞങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് ഈ പയ്യൻ ഇതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഫോട്ടോയെ ചൂണ്ടിയിട്ട് ചോദിച്ചു, അല്ല അങ്കിളെ ഈ ചെങ്ങായി ആരാന്ന്? MTയുടെ ചിത്രം നോക്കിയിട്ട് ഈ ചെങ്ങായി ആരാന്ന് ചോദിച്ചു.
അപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല നീ പോയി ബുക്ക് ചെയ്തിട്ട് വാങ്ങാമെന്നല്ലേ? അതെൻ്റെ ഒരു അമ്മച്ചനുണ്ട്. അമ്മച്ചൻ ഈ ചെങ്ങായി എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അമ്മച്ചൻ എന്നോട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് ആരാന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു തലമുറ, അത് ആദ്യം തമാശയായിട്ട് തോന്നിയെങ്കിലും നാളെ നമ്മൾ MT വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു. എന്തൊക്കെയാണ് അവർ കഥയുടെ രംഗത്ത്, സിനിമയുടെ രംഗത്ത്, നോവലിൻ്റെ രംഗത്ത്, സാഹിത്യപത്രാദി വരെ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ MT ഏത് മേഖലയിലായിരുന്നു ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യപത്രാധിപർ എന്ന നിലയിലാണെന്ന് ഞാൻ പറയും. കാരണം അതുപോലെ അത്രയേറെ മർമ്മഞ്ജനായ ഒരു ഒറ്റ വാക്ക് മാറ്റിയിട്ടോ ഒരു ഹെഡിങ് മാറ്റിയിട്ടോ ഒരു വാചകം എഴുതി ചേർത്തിട്ടോ ഒരു രചനയുടെ നക്ഷത്ര ശോഭ കൊണ്ടുവരുന്ന ഒരു പത്രാധിപർ മലയാളത്തിൽ സാഹിത്യ പത്രാധിപർ ഒരാളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റേ കൗമുദി ബാലകൃഷ്ണനോ KC നാരായണനോ KS ചന്ദ്രനോ ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും സാഹിത്യ പത്രാധിപർ എന്ന നിലയിലൊക്കെ ഈ ഇത്രയേറെ സംഭാവനകൾ നൽകിയിരുന്നു എന്ന് വരും തലമുറയെ ഓർമ്മപ്പെടുത്താനുള്ളൊരു പുസ്തകം എന്ന നിലയിലാണ് എനിക്ക് തോന്നുന്നു. MTയുടെ പേരിൽ ഒരുപാട് സ്മാരകങ്ങൾ നടക്കുന്നുണ്ട്, ഉണ്ടാകാം, ഇനിയും ഉണ്ടാകാം, പുരസ്കാരങ്ങൾ ഉണ്ടാകാം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു അനശ്വരമായ സ്മാരകം എന്ന നിലയിലാണ് MT വാസുദേവൻ നായരുടെ ഈ പുസ്തകം ഞാൻ മലയാളികൾക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിലൊരു വലിയ സംതൃപ്തിയുണ്ട്. ലാലു ചേട്ടാ, ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു സെഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് MTയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാണാൻ പറ്റുമോ, എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ, അത് പരമാവധി കേൾക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ വിനീതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വിനീത് പറയുന്നത് കേട്ടു, ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിലെന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായ ധാരണയില്ല. അത് ശ്രീ ഹരിഹരൻ പോലും ആണെങ്കിൽ ഒരു വാക്ക് എക്സ്ട്രാ എടുക്കണമെങ്കിൽ പോലും അദ്ദേഹത്തോട് ചോദിക്കാതെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അത്രയും അവർ തമ്മിൽ അത്രയും ആത്മബന്ധമുണ്ട്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്രയും ഇഴചേർന്ന് നിൽക്കുന്നതാണ്. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക്, ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് MT വിസ്മയിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ എവിടെയൊക്കെയാണ് നമ്മളിങ്ങനെ ആരാധനയോടെ ഇത് എങ്ങനെയായിരിക്കും ഇദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക? ഇപ്പോൾ രണ്ടാം മൂഴമൊക്കെ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ചോദ്യം ഓരോ തവണയും ചോദിപ്പിക്കുന്നതാണ് അല്ലേ. ഇതെങ്ങനെയായിരിക്കും ഇങ്ങനൊരു ചിന്ത പോയിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു വേർഷൻ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ട്? ലാലു ചേട്ടൻ എന്ന ആരാധകനെ സംബന്ധിച്ച് MT എന്ന സിനിമാക്കാരൻ എവിടെയൊക്കെ തൊട്ടാണ് ആ ആരാധന, എവിടെയൊക്കെയാണ് അത് ഏറ്റവും പീക്കിലെത്തിയിട്ടുള്ളത്? സാറിൻ്റെ തിരക്കഥകൾ തന്നെയാണ് ഏറ്റവും ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. അപ്പം ഭാഷ ഉപയോഗിക്കുന്നതിൽ, വാക്കുകൾ ഉപയോഗിക്കുന്നതിലുള്ള ബ്രില്യൻസാണ് MTയുടെ സിനിമ തിരക്കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വാക്ക് അധികം ഉണ്ടാവില്ല, അതിനോടൊന്നും ചേർക്കാനും പറ്റില്ല. അത്ര പ്രിസിഷനോട് കൂടിയിട്ടൊരു സർജൻ അവരുടെ സർജിക്കൽ നൈഫ് ബ്ലേഡ് ഉപയോഗിക്കുന്നത് പോലെയാണ്, കൃത്യമായിട്ട് കീറി ആണ് വാക്കുകൾ ഉണ്ടാവുക. അപ്പം അതുപോലെ തന്നെ ഡയലോഗുകളുടെ സ്ട്രക്ചർ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വാക്കുകളുടെ ഘടന തിരിച്ചായിരിക്കും അദ്ദേഹം ഉപയോഗിക്കുക. നമ്മൾ ഒരു വാചകത്തിൻ്റെ അവസാനം വരുന്ന വാക്കായിരിക്കും ചിലപ്പോൾ അദ്ദേഹം തുടങ്ങാൻ ഉപയോഗിക്കുന്നത്. അത് എത്രമാത്രം ഈ പറയുന്ന വിഷയത്തിന് എത്രമാത്രം ആഴത്തിൽ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ളതിൻ്റെ അളന്ന് കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സാണ് ഒരു രക്ഷയില്ല. പിന്നെ ഒറ്റപ്പാലത്തിൻ്റെയും നാട്ടിൻപുറത്തിൻ്റെയും കഥകൾ ആണ് സിനിമയാക്കിയതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വൈശാലി പോലൊരു വിഷയം മഹാഭാരതത്തിൽ എവിടെയോ ഒരു വരിയിൽ, ഒരു ശ്ലോകത്തിലോ മറ്റോ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. വടക്കൻ വീരഗാഥ നമ്മൾ എത്രയോ പാടി കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഉദയ ഒക്കെ എത്രയോ, നീലയും ഉദയയും ഒക്കെ എത്രയോ സിനിമകളാക്കിയ വടക്കൻ പാട്ട് വേണമെങ്കിൽ പറയാല്ലേ, മലയാളത്തിൽ ആദ്യത്തെ സ്പിൻ ഓഫ് ആയിരിക്കും അത്. ഈ അകം പുറം മറച്ചു കളയാന്ന് പറയണ ചന്തു എന്ന് പറഞ്ഞ ഒരാള്, അതാണ് സാറിൻ്റെ എഴുത്തിലും കഥകളിലും നോവലുകളിലും. ഇപ്പം കാലത്തിൻ്റെ അവസാനം അല്ലെങ്കിലും സേതു ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സേതുവിനെ എന്ന് പറയുന്ന അത് മതിയല്ല. ആ ഫുൾ നോവൽ ആ ഒരൊറ്റ വാചകത്തിൽ
വരികയാണ്. അത് തന്നെയാണ് സിനിമയിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താഴ്വാരം പോലെ ഒരു വൈൽഡ് വെസ്റ്റ് സിനിമ, ശരിക്കും വൈൽഡ് വെസ്റ്റ് സിനിമയാണ്, മലയാളത്തിൻ്റെ വൈൽഡ് വെസ്റ്റ് സിനിമയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഉത്തരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ആളുകൾ യൂട്യൂബിൽ തപ്പി പിടിച്ച് കാണുകയും അതേക്കുറിച്ച് ഡിസ്കഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഏറ്റവും പുതിയ ജനറേഷനിൽ പെട്ട ആളുകൾ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഉത്തരത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച അല്ല, ഉത്തരത്തിൻ്റെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് മലയാള സിനിമയിൽ ഒരു തിരക്കഥയിലും ഇന്ന് വരെ ഒരാൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു വാചകം ശങ്കരാടിച്ചേട്ടൻ പറയുന്ന കഥാപാത്രം പറയുന്ന ഒരു വാചകം, അന്ന് പിന്നെ ഈ കുറേ പിള്ളേർ പാട്ടയും ഇതൊക്കെ പെറുക്കാൻ വന്നു. ഇപ്പം തമിഴന്മാരെന്നൊന്നുമില്ല, ഇപ്പം നേപ്പാളികളും ഉണ്ട് എന്ന് ആദ്യം പറയുന്നുണ്ട്. പക്ഷേ അവസാനം അതേ ഡയലോഗ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇടിവെട്ട് ഇങ്ങനെ വരും നമ്മുടെ ഉള്ളിൽ. അത് വാക്കുകളുടെ ഒരു മാന്ത്രികത എന്ന് പറയുന്ന, ഒരു മജീഷ്യന് മാത്രം പറ്റുന്ന ഒരേ സെൻറ്റൻസ്, ഒരേ ഡയലോഗ് ആദ്യം പറയുമ്പോൾ നിങ്ങൾ വളരെ നിസ്സംഗനായിട്ട് അത് കേട്ടിരിക്കുകയും രണ്ടാമത് തവണ ഒരു സ്ഥലത്ത് അതേ ഡയലോഗ് പറയുന്നിടത്ത് നിങ്ങൾ അടിമുടി പൂത്തു എന്ന് പറയുന്ന ഒരു അതാണ് മാജിക്. അതാണ് വാക്കുകളെടുത്തിട്ട്. അതേസമയം അദ്ദേഹം അമൂർത്തമായിട്ടൊന്നും എഴുതാറില്ല, വളരെ ക്ലാരിറ്റിയാണ്. വാക്കുകൾ പറയേണ്ടത് പറഞ്ഞിരിക്കും, പക്ഷെ അതിൽ നമുക്ക് കൂടുതൽ വായിച്ചെടുക്കാൻ ഇപ്പം നമ്മൾ പറയുന്ന പോലെ പകുതി മനസ്സിലാവാതെ നിർത്തുകയോ ഒന്നുമില്ലല്ലോ. പൂർണ്ണവൃത്തത്തിലല്ലേ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ എല്ലാം പൂർണ്ണവൃത്തമാണ്. അവിടെ ചേർക്കാനൊന്നുമില്ല, നമ്മുടെ ചിന്തയ്ക്ക് വിട്ടുതരുന്നൊന്നുമില്ല. പക്ഷേ അതിനകത്തുള്ള അടരുകളിൽ നമുക്ക് ആലോചിച്ചെടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. ഉയരങ്ങളിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടതാണ്. അതൊക്കെ ഒരു ഹോളിവുഡ് ഫിലിമാണ്. അതിൽ നായകൻ പ്രതിനായകൻ തന്നെയാണ്, പ്രതിനായകനാണ് അതിൽ. ജയരാജ് അത് ഡയലോഗ്സ്, ആ റഹ്മാൻ്റെ ക്യാരക്ടറിനോട് പറയുന്ന ഡയലോഗ്സ്, അവസാനം ഇൻസ്പെക്ടറോട് പറയുന്നത് അടിച്ചാളിക്കാർ നാണിക്കുട്ടിയുടെ മകൻ കോടീശ്വരനാകുന്നതിൻ്റെ വക്ക് വരെ എത്തി, കളി നന്നായി കളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഏറ്റവും. അല്ലെങ്കിൽ വാക്കുകളുടെ അജീർണം ബാധിച്ച ഡയലോഗ് കൊണ്ട് മനുഷ്യൻ്റെ കാതിന് സ്വൈരം തരാത്ത പോലെ ഒരുപാട് വരികൾ എഴുതി ഒരു വിഷയത്തിനെ സ്ഥാപിക്കാൻ കഷ്ടപ്പെടുന്ന തിരക്കഥാകൃത്തുകളുള്ള സ്ഥലത്ത് രണ്ട് വാചകത്തിൽ പറയാനുള്ളത് മുഴുവൻ ആണിയടിച്ച പോലെ മനസ്സിലേക്ക് പതിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ. രണ്ടാമൂഴം അദ്ദേഹം ഉള്ളപ്പോൾ സിനിമ ആവേണ്ടതായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ സമ്മതം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഫർമേഷൻ ഉണ്ടായിട്ട് തന്നെ വേണമായിരുന്നു. കാരണം അദ്ദേഹം മനസ്സിൽ കണ്ടതാണ് ആ രണ്ടാമൂഴം എന്ന് പറയുന്നത്. അത് സിനിമ ആവാൻ പോകുന്നു എന്ന് ഇപ്പം നമുക്ക് എത്രയോ കാലമായി നമ്മളിതിങ്ങനെ പറഞ്ഞും കേട്ടും പോകുന്നുണ്ട്. ഈ രണ്ടാമൂഴത്തെ പറ്റി ശ്രീകുമാരേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് മരിക്കുന്ന, ഒരു പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മുകളിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചാലും മരിക്കുന്നതിന് എന്താണ് സാധിക്കാതെ പോയെന്ന് ചോദിച്ചാൽ രണ്ടാമൂഴം സിനിമയാവാതെ പോയെന്ന് തന്നെയാണ്. അത് ആ കേസായി വന്ന സമയത്ത്, ആദ്യത് ഹരിഹരൻ ചെയ്യാൻ പോവുകയൊക്കെ ചെയ്ത സമയത്ത് നിന്ന് പെട്ടെന്ന് ശ്രീകുമാർ മേനോൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്നു. ആ കേസിൽ കിടന്ന സമയത്താണ് സാറ് ഏറ്റവും കൂടുതൽ മാനസിക വിഷമം അനുഭവിച്ചത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ തുഞ്ചൻപറമ്പിലെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും മുഖം ഒട്ടും ഇതല്ലാതെ, അത് കോടതിയിൽ നിന്ന് അത് തിരിച്ച് കിട്ടുന്ന ആ ദിവസം വല്ലാത്തൊരാശ്വാസം അദ്ദേഹം അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഇതൊന്ന് ഇറങ്ങിക്കാണണം, ആ വാചകം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഈ സിനിമ ഇറങ്ങിക്കാണണം എന്ന് തന്നെ പറഞ്ഞ, അത് ആ സ്ക്രിപ്റ്റ് കണ്ട ഒരാളാണ് ഞാൻ. അത് മലയാളത്തിലുണ്ട്, പിന്നെ ഗീതാകൃഷ്ണൻകുട്ടിയെ കൊണ്ട് അത് ഇംഗ്ലീഷിലേക്കും തർജ്ജിമ ചെയ്യിച്ച സാധനമാണ്. അത് ഇറങ്ങാതെ പോയി എന്നുള്ളതൊരു വലിയ പ്രയാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയൊരു അതൃപ്തി മരണത്തിന് മുമ്പ് ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഈ വാർത്തകൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മുടെ മാധ്യമ ലോകത്തിൻ്റെ ഒരുപാട് ഊഹാപോഹങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്നു, മോഹൻലാൽ ഭീമനാവുന്നു എന്നൊക്കെ പറയുന്നത്, അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം പോരാ. ഈ ഒരു ചെറിയ പ്രയാസമുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് എടുക്കുമ്പോൾ തന്നെ വലിയൊരു തടസ്സം അതിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇതിൽ ഭീമനാണ് നായകൻ. ശ്രീകൃഷ്ണൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ തന്നെ
ശ്രീരാമനോ ശ്രീകൃഷ്ണനോ സ്വീകരിക്കപ്പെടുന്ന പോലെ ഭീമനെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് പല പ്രമുഖരായിട്ടുള്ള ആളുകൾ സമീപിച്ചിട്ടും അവർ ഇതിൻ്റെ ഒരു രചനയിൽ ഒരു സിനിമയല്ല, രണ്ടാമൂഴം 2 സിനിമയാണ്, ഒറ്റ തിരക്കഥയല്ല, 2 സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥയാണ്. അപ്പോൾ ഇത്രയും വലിയ മുതൽ മുടക്കി നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഈ ഭീമനെ സ്വീകാര്യനാവുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സാറ് പക്ഷേ ഒരുപാട് വർക്ക് ചെയ്ത സാർ എന്നോട് പറഞ്ഞ ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തിരക്കഥകൾ, ഒന്ന് വടക്കൻ വീരഗാഥയും പിന്നെ രംഗവുമാണെന്നാണ്. രംഗം കഥകളി ബേസ് ചെയ്തുകൊണ്ട് ചെയ്തൊരു രംഗമാണ്, പക്ഷെ അതത്ര വിജയിച്ചില്ല. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിന് ഏറ്റവും തൃപ്തി തന്ന ഒന്നാണെന്നാണ്. പിന്നെ രണ്ടാമൂഴമാണ്, പിന്നെ പെരുന്തച്ഛൻ, അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പെരുന്തച്ഛനും ഒരുപാട് മനസ്സിന് വല്ലാതെ തൃപ്തി തന്നൊരു രചനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം ഇത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സിനിമയാകുന്നെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഇപ്പോഴുള്ള ഊഹാപോഹങ്ങളിൽ എനിക്കത്ര വിശ്വാസമില്ല എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ലാൽചേട്ടന് അല്ല, ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും ഭയങ്കര ഒരു കുട്ടിയെ പോലെ ആഹ്ലാദിക്കുന്ന ഒരു സമയം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ രണ്ടാമൂഴം സിനിമയാവാൻ പോവാണെന്ന് തീരുമാനിച്ച സമയമാണ്. അപ്പോൾ എനിക്ക് സിനിമയുടെ അകത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരിക്കുന്നതിൽ പലതും തെറ്റാണെന്ന് അറിയാം. ചില ആളുകളെക്കുറിച്ചും ചില കമ്പനികളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് ആ കമ്പനികളൊന്നും നിലവിലില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കന്ന്, അപ്പം അതാണ് ഞാൻ അദ്ദേഹമായിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഷെയർ ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സിൽ എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു മൊമെൻറ്റ്. കാരണം അദ്ദേഹം ഒരു കുട്ടിയുടെ ആവേശത്തോട് കൂടിയിട്ട് ആ സിനിമ നടക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചും അതിൻ്റെ പ്രൊഡക്ഷനെക്കുറിച്ചും അതിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളെക്കുറിച്ചും അഭിനയിക്കാൻ പോകുന്ന ആളുകളെക്കുറിച്ചുമൊക്കെ പറയുകയാണ് എന്നോട്. എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടുപോയതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഇത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. കാരണം അത് അറിഞ്ഞ അപ്പം അറ്റാക്ക് വരും, അത്രയും ഹാപ്പി ആയിരുന്നു പുള്ളി. പിന്നെ ഞാൻ ആകെ പ്രാർത്ഥിച്ചത് അത് മൈൽഡായി സോഫ്റ്റായിട്ട് അദ്ദേഹത്തിന് അത് താങ്ങാവുന്ന വിധത്തിൽ അത് അറിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് തന്നെയാണ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. അത് വെച്ചാൽ അത് സിനിമ നടന്നില്ല എന്നുള്ളത് മാത്രമല്ല, പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു സാധനം അദ്ദേഹത്തിന്. ഒരുപാട് ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അതൊന്നും കൃത്യമായിട്ട് സാറിൻ്റെ അടുത്ത് എത്താതിരിക്കുകയും ചെയ്തൊരു അനുഭവം കൃത്യമായിട്ടുണ്ട്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ, അദ്ദേഹത്തിന് ഫീഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഫേക്കായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഒരു ഹാളിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് വാതിൽ തുറന്ന് വരുന്ന ഒരാൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് അയാൾ എന്തിനാ വരണതെന്നും എന്താണ് അയാൾ അത്രയും മനസ്സിലാവുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ വളരെ ബ്രില്യൻ്റായിട്ട് പറ്റിച്ചാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം. അത് ശ്രീകുമാരേട്ട, അത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നോ? അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ നടന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നോ? അതോ അദ്ദേഹം ഭാഗ്യവാനായി അതൊന്നും അറിയാതെ ഇത് അല്ല അത് അതിനു മുമ്പേ മനസ്സിലായല്ലോ. അത് മനസ്സിലായി. പലരുമായിട്ടും പിന്നെ അതിൻ്റെ പേരിൽ തെറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ കേസിൽ നിന്ന് ഈ തിരക്കഥ തിരിച്ച് കിട്ടി, വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു കൊടുത്ത സമയത്ത് ഇത് സിനിമയാകും എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഇത് സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം. ആഗ്രഹം ഉണ്ടായിരുന്നു. ആര് ചെയ്യണം എന്നോ അതൊന്നും അങ്ങനെ തുറന്ന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് ആ കേസിൻ്റെ കടന്ന സമയത്ത് തന്നെ അതിൽ പലരും അതിനകത്ത് ഇടപെടുകയും അത് സാർ അറിയാത്തുള്ള രീതിയിലുള്ള പല നീക്കങ്ങൾ ഉണ്ടാവുകയും അവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സാറ്. പക്ഷേ എന്നാലും ഈ സിനിമ ഇറങ്ങും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്കുള്ള ഒരു കൗതുകമാണ്. അദ്ദേഹം അങ്ങനെ വലിയ വിവാദങ്ങളിലൊന്നും ചെന്ന് പെടാതെ എപ്പോഴും ഒരു നേരത്തെ പറഞ്ഞതുപോലത്തെ ആവശ്യത്തിന് മാത്രം വാക്കുകൾ പറയാതിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ചില സമയത്ത് അദ്ദേഹം 1-2 ചെറിയ വിവാദങ്ങളിലൊക്കെ ചെന്നപ്പെടും. എങ്ങനെയാണ് അദ്ദേഹം ഈ സമകാലീന സംഭവങ്ങളെയൊക്കെ കാണുകയും, അദ്ദേഹത്തിന് എല്ലാത്തിലും വളരെ ശക്തമായ അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത്രയും നല്ലൊരു പത്രാധിപരായിരുന്നു. എപ്പോഴും എഡിറ്ററിന് മാത്രമേ അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. എഡിറ്ററിനായിരുന്നു എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ എങ്ങനെയായിരുന്നു സ്വന്തം അഭിപ്രായം ഇത് പറയേണ്ടതില്ല അല്ലെങ്കിൽ ഇത് പറയാം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു?
അത് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ആരോപണമായിട്ട് തന്നെ കൊണ്ടുവന്നത് പല സാമൂഹിക പ്രശ്നങ്ങളിലും മറ്റ് സാഹിത്യകാരന്മാരെ പോലെ മറ്റ് സാംസ്കാരിക നായകന്മാരെ പോലെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇത് ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ പ്രതികരിക്കുന്നുണ്ട്. ഉടനെ ഞാനൊരു പ്രസ്താവന ഇറക്കാനോ ഏതെങ്കിലും പ്രസ്താവനയുടെ അടിയിൽ ഒപ്പിടാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം വേണം, കൂടിയേ തീരൂ. എവിടെയെങ്കിലുമൊക്കെ വല്ലാത്ത തിന്മകൾ വരുന്നു, എവിടെയെങ്കിലുമൊക്കെ മാനവികതയ്ക്ക് വല്ലാതെ പോറലേൽക്കുന്നു എന്നുള്ള സമയത്ത് എൻ്റെ അഭിപ്രായം കൂടിയേ തീരൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതൊരു വലിയ പ്രസംഗമായിട്ടോ വലിയ ലേഖനങ്ങളായിട്ടോ അല്ല, പക്ഷേ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, പെരിങ്ങോം ആണവ നിലയത്തിൻ്റെ കാര്യത്തിൽ സമരനിരയിൽ മുമ്പിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. മാവൂർ ഗ്വാളിയർ റയോൺസിൻ്റെ ആ ജലം മലിനമാവുന്ന സമയത്ത് അവിടെ പോയി സമരപ്പന്തലിലുണ്ടായിരുന്ന ആളാണ്. മാവൂരിൽ 2 ജനവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി മരണം വരെ വന്ന സമയത്ത് യേശുദാസിനൊപ്പം കോഴിക്കോട് മിഠായി തെരുവിലെ യോഗത്തിൽ പങ്കെടുത്ത് ഗംഭീരമായൊരു പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്. പിന്നീട് നോട്ട് നിരോധനത്തെക്കുറിച്ച് വന്ന സമയത്ത് അദ്ദേഹം തുഗ്ലക്ക് പരിഷ്കാരം എന്നൊരു വാക്ക് പ്രയോഗിച്ചതിൻ്റെ പേരിൽ കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ വലിയ നിശിതമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ വെച്ചിട്ട് ഏകാധിപത്യത്തിൻ്റെ, സുധീറൊക്കെ അതിൻ്റെ സാക്ഷിയാണ്, ഏകാധിപത്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചപ്പോൾ തീരെ ക്ലിയർ അല്ലായിരുന്നു ശബ്ദം, വല്ലാതെ അസ്വസ്ഥനായിരുന്ന സമയമാണ്. ആ സമയത്ത് ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിൻ്റെ എൻ്റെ പത്രക്കുറിപ്പ് കിട്ടിയ സമയത്ത് മാത്രമാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. പിറ്റേന്ന് കേരളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും മെയിൻ വാർത്തയായിട്ട് അത് മാറിയത്. അപ്പോൾ പറയേണ്ട സമയത്ത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് മറ്റു ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടി പത്മനാഭനുമായിട്ടുള്ള വിവാദം നമുക്കറിയാം. പപ്പേട്ടനാണെങ്കിൽ എപ്പോഴും MT വിമർശിച്ചുകൊണ്ടിരുന്നു, ഒരക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഒരു കലാകൗമുദിയിൽ ജയേന്ദ്രൻ നായരോട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ നിങ്ങളെപ്പറ്റി വല്ലാതെ പറയുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു തന്നതുപോലെ വളരെ സൂക്ഷിച്ച് ഇതിനകത്ത് നോക്കി മാത്രമേ നടക്കാറുള്ളൂ, വിഷജന്തുക്കളെ പേടിച്ച് എന്നൊരു വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുണ്ടായൊരു കാര്യമാണ്. കാരണം ഒരുപാട് പറയാതിരിക്കുക, പറയേണ്ട സമയത്ത് പറയുക, അത് ആറ്റിക്കുറുക്കി പറയുക എന്ന് പറയുമ്പോൾ അത് കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നു എന്നുള്ളത് പ്രധാനമാണ്. അല്ലാതെ ഒരിക്കലും ഒരു പ്രതികരണ തൊഴിലാളിയായിട്ട് അദ്ദേഹം മാറിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ MTക്ക് ഈ ഒരു പ്രാധാന്യം കിട്ടുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ആ വാക്കിൻ്റെ ഒരു ശക്തി, അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും കുറച്ച് വാക്കുകളിൽ ആഞ്ഞു പതിക്കുന്ന പോലുള്ള ആ ശക്തി ഏറ്റവും കാര്യമായിട്ട് വരേണ്ട ഒന്നാണ്. എനിക്ക് തോന്നുന്നത് അത് നിർത്തേണ്ട ഒരു പോയിന്റാണ് തോന്നുന്നു അല്ലേ? ലാൽ ചേട്ടൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അല്ല, നമ്മൾ പല ആളുകളിൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കരിയറിൽ. അല്ല, MT സാറിൻ്റെ കയ്യിൽ നിന്നും പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്. ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ഷെർലക്ക് എന്ന് പറഞ്ഞ പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ സുഹൃത്ത് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്, അതിൽ അദ്ദേഹം ഉണ്ട്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറഞ്ഞിട്ട് MT സാറിന് നിർമാല്യത്തെക്കുറിച്ചുള്ളൊരു ഫിക്ഷനാണ്. അപ്പോൾ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ ബുക്ക് ഒരു ഒപ്പിട് മേടിക്കാൻ വേണ്ടി കയ്യിലുണ്ട്. അപ്പോൾ എന്നെ പരിചയമില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകം എൻ്റെ കയ്യിലിരിക്കണ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നത് പിടിച്ചു വാങ്ങി, എന്നിട്ട് നോക്കി എത്രാമത്തെ പതിപ്പാണെന്ന് നോക്കി. അപ്പോൾ എന്താ നോക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. വേഗം പെണ്ണെടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ സൈന് ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു അക്ഷരത്തെറ്റുണ്ട്. ആ അക്ഷരത്തെറ്റ് കറക്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇത് പ്രൂഫ് നോക്കിയപ്പോൾ മിസ്സായി പോയതാണ്, ആദ്യത്തെ പതിപ്പ് അടിച്ചുപോയി. അപ്പോൾ ആദ്യ പതിപ്പ് ഷെർലക്കിൻ്റെ എവിടെ കണ്ടാലും പുള്ളി ചെന്നിട്ട് അതിൽ ഈ സാധനം കറക്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു തെറ്റ്, തൻ്റെ ബുക്കിൽ ഒരു തെറ്റ് എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ളത് അസ്വസ്ഥമാക്കുന്നൊരു മനസ്സായിരുന്നു. അപ്പോൾ എത്രമാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആവണം എന്നുള്ളതൊക്കെ നമ്മൾ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. അവിടെ നിർത്താമെന്ന് തോന്നുന്നു. MT എന്ന മഹാവൃക്ഷം നൽകിയ തണലിൽ ജീവിക്കുന്നതാണ് ഈ മലയാളം എന്ന ഭാഷ. ഈ ഭാഷയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ഇതുപോലെ ഓരോ സമയത്തും അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകളെ സ്മരിക്കുക എന്നതാണ്. അതിലേക്ക് ചേർത്ത് വയ്ക്കാൻ MT എന്ന ആ മഹാവൃക്ഷത്തെ നമ്മുടെ പുതിയ തലമുറ, എൻ്റെ മകനും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ ഉൾപ്പെടുന്ന അടുത്ത തലമുറയ്ക്ക് ഏറ്റവും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജീവചരിത്രം കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അത് വായിക്കുക. ഇതുപോലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ ചേർത്ത് വെച്ച വളരെ റിയലിസ്റ്റിക് ആയ ഒരു പുസ്തകം എന്ന് എനിക്കതിനെ പറയാനുള്ളൂ. ഒരു മാധ്യമപ്രവർത്തകൻ്റെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരു
ആരാധകൻ്റെ വിനയം, പത്രപ്രവർത്തകൻ്റെ കൃത്യത, പിന്നെന്തായിരുന്നു ശ്രീമോറേട്ട, ചരിത്രകാരൻ്റെ സൂക്ഷ്മത, ഇതൊക്കെ ചേർത്ത് വെച്ച് എഴുതിയൊരു പുസ്തകമാണ്. അത് നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമായി, ആ ജീവിതത്തെ അടുത്തറിയാൻ നമുക്ക് കിട്ടിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. വളരെ നന്ദി ഡോക്ടർ കെ ശ്രീകുമാർ, ഒപ്പം ശ്രീ ലാൽ ജോസ്. അവരെയൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഏട്ടനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു MT ചേർത്ത് വെക്കുന്നതാണല്ലോ നമ്മളെല്ലാവരെയും. ആ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ, മലയാളം എന്ന കുടുംബത്തിലെ അംഗങ്ങൾ പോലെ നമുക്ക് സ്നേഹത്തോടെ പിരിയാം. വളരെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇതൊരു ഓർമ്മ പങ്കുവയ്ക്കൽ മാത്രമാണ്, അതിനപ്പുറത്തുള്ള വലിയ ചർച്ചയായിട്ടൊന്നും കരുതരുത്. എല്ലാവർക്കും നന്ദി. നമുക്ക് എപ്പോഴും MT ഓർക്കാം.